ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. നമ്മുടെ സനാതന കഥാമൃതത്തിന്റെ എത്രാമത്തെ ഭാഗം അറിയാം? 67-ാമത്തെ ഭാഗത്തില് ഭാഗവത കഥയുടെ 39-ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേ വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃദായ യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. കൃഷ്ണോ രക്ഷതു മാം ജരാജര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാ ഭവതു മേ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. അതായത് നമ്മള് പറഞ്ഞു തീർന്നത് പിന്നെ ബലരാമൻ സന്ധി സംഭാഷണത്തിനായിട്ട് പോയി. അതായത് സാമ്പൻ ലക്ഷ്മണനെ വിവാഹം ചെയ്തത്, ദുര്യോധന പുത്രിയായ ലക്ഷ്മണനെ വിവാഹം ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവര് സാമ്പനെ പിടിച്ചു കെട്ടിയിട്ടു. അവനെ രക്ഷിക്കാനായിട്ട് പോയി. അപ്പൊ യുദ്ധം വേണ്ട, ഞാൻ നല്ല വാക്ക് പറഞ്ഞ് അവരെ കൊണ്ടുവരാം എന്ന് വെച്ചാൽ ശിഷ്യനാണല്ലോ ദുര്യോധനൻ എന്ന് പറഞ്ഞു പോയ ബലരാമനെ അവരെ അവമാനിക്കുകയാണ് ചെയ്തത്. അപ്പം ദേഷ്യത്തോടുകൂടി ബലരാമൻ പിന്നെ ഹസ്തിനപുരത്തെ വലിച്ച് കലപ്പ കൊണ്ട് വലിച്ച് പിന്നെ ഗംഗാനദിയിൽ ഇടാനായിട്ട് നോക്കും. അപ്പം ദുര്യോധനാദികൾ താഴ്ന്നു നമസ്കരിച്ച് വാഴ്ത്തി സ്തുതിച്ച് സാമ്പനെയും ലക്ഷ്മണനെയും പിന്നെ ബലരാമന്റെ കൂടെ ദ്വാരകയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ദ്വാരകയിലെത്തി അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ബലരാമൻ എല്ലാവർക്കും പറഞ്ഞു കേൾപ്പിച്ചു. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊന്ന് ഒരുപാട് സ്ത്രീകളെ പരിഗ്രഹിച്ച് ഗൃഹസ്ഥാശ്രമിയായിട്ട് താമസിക്കുന്നെന്ന് കേട്ടപ്പോ നാരദ മഹർഷിക്ക് ഒരു ആഗ്രഹം. ഇതെങ്ങനെയാണ് ഭഗവാന്റെ മായ, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരേ ആൾ തന്നെ പല രൂപം എന്ന് വെച്ചാൽ എത്ര രൂപം? 16,008 രൂപം. അതെങ്ങനെയാണ് ഭഗവാൻ സാധിക്കുന്നത്? അതെങ്ങനെയാണ് വെവ്വേറെ ഗൃഹത്തിൽ താമസിപ്പിച്ച് ഒരേ സമയം എല്ലാവരെയും ഒരേപോലെ സ്വാമി പ്രീതിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണുവാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി നാരദ മഹർഷിക്ക്. അപ്പം ദ്വാരകയാണെങ്കിൽ അതിസുന്ദരമായ സ്ഥലമാണ്. വള്ളികളും ധാരാളം പൂങ്കാവനങ്ങളും മനകളും ധാരാളം കാടുകളും ആകപ്പാടെ ഭയങ്കര ഒരുപാട് സൗധങ്ങളും മണിഹർമ്മ്യങ്ങളും ഒക്കെ ഉള്ള വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ് ദ്വാരക. അപ്പം അവിടെ അവിടെ എത്തിച്ചേർന്ന് നേരെ ഒരു അന്തഃപുരത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പം ഭഗവാൻ നാരദ ദേവർഷിയാണല്ലോ നാരദൻ. ഭഗവാനോ പുരാണ ഋഷിയാണ്, പണ്ടേ ഉള്ള ഋഷിയാണ് ഭഗവാൻ. ഭഗവാൻ വേഗം നാരദനെ ആതിഥ്യ മര്യാദ അനുസരിച്ച്
വളരെ തൊഴുകൈകളോടെ സ്വാഗതം ചെയ്തു. അപ്പൊ നാരദൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ മായ കൊണ്ട് എന്നെ വലയ്ക്കല്ലേ, സ്വേച്ഛയാ സ്വയം അവതാരമെടുത്ത് മനുഷ്യനായിട്ട് ഇവിടെ ഇങ്ങനെ മായയിൽ എല്ലാവരെയും മയക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ലീലകൾ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. എല്ലാവരും ബ്രഹ്മാദികൾ പോലും പ്രാർത്ഥിക്കുന്ന അങ്ങ് എന്നെ ഇങ്ങനെയൊക്കെ തൊഴുന്നത് തീർച്ചയായിട്ടും മാനവ ജന്മത്തിലെടുക്കുമ്പം ഒരു 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 മാതൃകാ പുരുഷനായിരിക്കണമല്ലോ, മാതൃക കാണിക്കുകയാണല്ലോ വേണ്ടത്. അപ്പൊ ആതിഥ്യ മര്യാദയൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ കൃത്യമായിട്ട് ലൗകികനായ ഒരു ഗൃഹസ്ഥാശ്രമയെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നാരദൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ കാലുണകൾ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് അങ്ങയുടെ നാമം ചൊല്ലിക്കൊണ്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുവാനുള്ള ശക്തി എനിക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് അദ്ദേഹം പിന്നെ ഓരോരോ വീടുകളിൽ ചെല്ലുമ്പോൾ പിന്നെ അദ്ദേഹം പറയാനെന്ന് വേറൊരു സ്ഥലത്ത് പോയപ്പം ഭഗവാൻ എണീറ്റ് നമസ്കരിച്ച് ഇതൊക്കെ കൊടുത്ത് ഇരുത്തി വളരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നാരദൻ എന്തോ വലിയ ആളാണെന്നുള്ള മട്ടിലൊക്കെ പൂജിച്ചപ്പോഴത്തേക്ക് ദേവർഷിയല്ലേ, ആ മട്ടിലൊക്കെ പൂജിച്ചപ്പോൾ നാരദൻ തീരുമാനിച്ചത് ഇനി ശരിയാവില്ല. അതുകൊണ്ട് നാരദൻ പിന്നെ എല്ലാ വീടുകളിലും ഭഗവാൻ അങ്ങനെ നേരിട്ട് വന്നൊരു സ്വീകരണം ചെയ്യാത്ത മാതിരി പോയിട്ട് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോ വീടുകളിലും എല്ലാ വീടുകളിലും ഒരേ സമയത്ത് ഭഗവാൻ ചില സ്ഥലത്ത് പിന്നെ പൂജ ചെയ്യുന്നു, ചില സ്ഥലത്ത് അഗ്നിഹോത്രം ചെയ്യുന്നു, ചില സ്ഥലത്ത് ദാനം ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ഭാര്യയുമായിട്ട് രമിച്ചുകൊണ്ടിരിക്കുന്നു, വേറൊരു സ്ഥലത്ത് ഉദ്ധവനും വേറൊരു ഭാര്യയുമായിട്ട് ചൂതുകളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നാനാവിധത്തിലുള്ള ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളൊക്കെ പൂജ ചെയ്യുന്നു. അങ്ങനെ ഒരു ഗൃഹസ്ഥാശ്രമി ആ സമയങ്ങളിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭഗവാൻ നല്ല കൃത്യനിഷ്ഠയോടെ വളരെ നന്നായിട്ട് ചെയ്യുന്നത് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെ ആ ഭഗവാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ കണ്ട് കണ്ട് നാരദന് മാനവരൂപമാർന്ന മാധവന്റെ യോഗമായ വൈഭവം കണ്ട് നാരദൻ പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യോഗേശ്വര, മായാനാഥനായ അങ്ങ് ബ്രഹ്മാദികൾക്ക് പോലും അദൃശ്യനായ അവിടുത്തെ ഈ യോഗ ലീലകളെ അങ്ങയുടെ പാദസേവനം കൊണ്ട് ഞങ്ങൾ അറിയുന്നു. ദേവ, അവിടുത്തെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ച് എല്ലാ ലീലകളും കീർത്തിച്ചുകൊണ്ട് സഞ്ചരിക്കുവാനായിട്ട് എനിക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, മഹർഷേ, ധർമ്മത്തിന്റെ കർത്താവും വക്താവും അനുമോദകനുമാണ് ഞാൻ. ലോകത്തിന് ധർമ്മം ഉപദേശിക്കുവാനായിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പാവനമായ ഗൃഹസ്ഥാശ്ര ധർമ്മങ്ങളൊക്കെ വേണ്ട രീതിയിൽ പാലിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായിട്ട് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം, എല്ലാ ഭാര്യമാർക്കും ഒരുപോലെ സന്തോഷം നൽകിക്കൊണ്ട് ഭഗവാൻ അങ്ങനെ വസിക്കുന്നത് കണ്ട് വിസ്മയത്തോടു കൂടി നാരദ മഹർഷി പോയി. അപ്പത്തേക്കും ശുഗൻ പറഞ്ഞു, പിന്നെ ശുഗമഹർഷി പറയുകയാണ്, പ്രഭാതം അടുത്തപ്പോ കൃഷ്ണപത്നിമാർക്കൊന്നും ഇഷ്ടമല്ല, ഭഗവാൻ ഓരോരോ ജോലിക്കായിട്ട് പോകും, അതൊന്നും അവർക്കൊന്നും ഇഷ്ടമല്ല. അപ്പൊ നേരം വെളുക്കണ്ടെന്നാണ് അവർക്ക് ആഗ്രഹം, എപ്പോഴും കൃഷ്ണന്റെ കൂടെ ഇരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു അജ്ഞാതനായ ഒരാള് അവിടെ വന്നിട്ട് ദ്വാരകപാലന്മാരപ്പം അയാളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു. അദ്ദേഹം പിന്നെ അഞ്ജലിബദ്ധനായിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ജരാസന്ധൻ, മഗധ രാജാവായ ജരാസന്ധൻ ഗിരിവ്രജം എന്നൊരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ രാജധാനി. അപ്പം മഗധയാണ് രാജ്യം, രാജധാനി ഗിരിവ്രജം. അവിടെ 20,000 രാജാക്കന്മാരെ തടവിലിട്ടിരിക്കുകയാണ്. ആ 20,000 രാജാക്കന്മാരും ഈ സ്ത്രീകളെ എല്ലാവരെയും ഭഗവാൻ രക്ഷിച്ചത് അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഞങ്ങളെയും കൂടെ ജരാസന്ധന്റെ പിന്നെ നരകാസുരിൽ നിന്ന് രക്ഷിച്ചതുപോലെ ജരാസന്ധനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം നൽകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ദൂതനെ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്. ആ ദൂതനാണ് ഇവിടെ വന്ന് ഭഗവാനോട് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നാരദ മഹർഷി അവിടെ എത്തും. നാരദ മഹർഷി വന്നപ്പം പിന്നെ ആ സംഭാഷണം അവിടെ നിർത്തിക്കൊണ്ട് എന്തിനാണ് നാരദൻ വന്നത് എന്ന് ചോദിച്ചപ്പം ഭഗവാൻ ചോദിച്ചു, നാരദ മഹർഷി എല്ലാ സ്ഥലത്തും ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ്, അപ്പം എല്ലാ ലോകങ്ങൾക്കും സുഖം തന്നെയല്ലേ, എല്ലാവരും നന്നായിട്ടിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ മായ ഞാൻ ഒരുപാട് കണ്ടിരിക്കണു, അങ്ങയുടെ എല്ലാ രാജാക്കന്മാരും പിന്നെ എല്ലാവരും എല്ലായിടത്തും സുഖമായിരിക്കുന്നുണ്ട്, അങ്ങയുടെ കീർത്തിയാണ് ഈ 3 ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നത്. അങ്ങയുടെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച മന്ദാകിനി
സ്വർഗത്തിൽ ഒഴുകുന്നു, ഗംഗയായിട്ട് ഭൂമിയിൽ ഒതുങ്ങുന്നു, അതുപോലെ ഭോഗവതി എന്ന പേരില് പാതാളത്തിലും ഒഴുകുന്നു. ഇത് മൂന്നും അങ്ങയുടെ പാദതീർത്ഥത്തിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. അങ്ങനെയുള്ള പിന്നെ അങ്ങയുടെ മഹാത്മ്യം കൊണ്ട് മാത്രമാണ് ഈ ലോകങ്ങളെല്ലാം ഇത്ര നന്നായിട്ട് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ സമയത്ത് ജരാസന്ധനെ പിന്നെ നേരിടാനായിട്ട് വരണം എന്ന് അപേക്ഷിക്കാനായിട്ടുന്ന ദൂതന്റെ കാര്യം യാദവന്മാരറിച്ചു. അപ്പൊ ജരാസന്ധനെ കൊല്ലണമെന്ന് യാദവന്മാർക്കും ആഗ്രഹമുണ്ട്. ഒരുപാട് തവണ 17 പ്രാവശ്യമാണ് ജരാസന്ധൻ മധുര ആക്രമിച്ചത്. അതുകൊണ്ടാണ് ഭഗവാൻ ദ്വാരകയിലേക്ക് വന്നത്. ജരാസന്ധനെ എല്ലാ പ്രാവശ്യവും ഓട്ടിച്ചോട്ടിച്ച് തോപ്പിച്ചിട്ടാണല്ലോ, ആ കഥ നമുക്കറിയാം. അങ്ങനെയാണ് വന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് സമ്മതിക്കും. എന്നിട്ട് ഉദ്ധവരാണ് അദ്ദേഹത്തിന്റെ മന്ത്രി. ഭഗവാന്റെ മന്ത്രി ഉദ്ധവരാണ്. പഴയ കൊച്ചിലേ തൊട്ട് ഫ്രണ്ടുമാണ്. ഉദ്ധവർ തന്നെയാണ് മന്ത്രി. സ്വന്തം വിഷ്ണുകുലത്തിൽ തന്നെയുള്ള ശ്രേഷ്ഠനായ ഒരാളാണല്ലോ ഉദ്ധവർ. അപ്പം ഉദ്ധവരോട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നാരദർ പറഞ്ഞു, രാജസൂയ യാഗം ചെയ്യാനായിട്ട് യുധിഷ്ഠിരൻ ആഗ്രഹിക്കുന്നു. അപ്പൊ രാജസൂയം ചെയ്യാന്ന് വെച്ചാൽ എല്ലാ രാജാക്കന്മാരും അങ്ങേരുടെ ആധിപത്യത്തെ അംഗീകരിക്കണം. അശ്വമേധം ചെയ്യുന്നത് പോലെ തന്നെ. അപ്പൊ രാജസൂയം ചെയ്യുമ്പോൾ എല്ലാ രാജാക്കന്മാരും മേൽക്കോയ്മ അംഗീകരിക്കണം. യുധിഷ്ഠിരന് വേറൊരു പേരുണ്ട്, അജാതശത്രു. അതായത് ഒരു ശത്രുക്കളും ഇല്ലാത്ത ആളാണ്, അജാതശത്രുവാണ് യുധിഷ്ഠിരൻ. അപ്പൊ പറഞ്ഞു, യുധിഷ്ഠിരന് യാഗം ചെയ്യാനായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി, സഹായിക്കാം. എല്ലാത്തിനും എനിക്ക് ഉപദേശം തരുന്നത് ഉദ്ധവരാണ്. അപ്പൊ ഉദ്ധവരോട് ചോദിക്കാം. അപ്പൊ ഉദ്ധവര് പറഞ്ഞു, തീർച്ചയായിട്ടും രാജസൂയം ചെയ്യേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നല്ല രാജാക്കന്മാരൊരു കർത്തവ്യമാണ്. എല്ലാവരെയും അറിയിച്ച് അവരെ എതിർത്ത് നിൽക്കുന്ന രാജാക്കന്മാരെയൊക്കെ ജയിച്ച് എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു കർത്തവ്യം തന്നെയാണ്. അപ്പൊ അത് വളരെ കരണീയമായ കാര്യം, നല്ല കാര്യം തന്നെയാണ്. അത് നമുക്ക് ചെയ്യാം. എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. പക്ഷേ ജരാസന്ധനെയും ജയിക്കണമല്ലോ. അപ്പം ഉദ്ധവര് പറയാണ്, ജരാസന്ധനെ ജയിക്കുവാനായിട്ട് ഭീമസേനന് മാത്രമേ കഴിയുള്ളൂ. ജരാസന്ധന്റെ ഒപ്പം വലിപ്പവും ശക്തിയും അതുപോലെയുള്ള സാമർഥ്യവും ഭീമസേനന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും അദ്ദേഹത്തിന്. അപ്പം ഭഗവാന്റെ അടുത്ത് ഉദ്ധവര് പറഞ്ഞു, അക്ഷൗണി പടയും കൊണ്ടൊന്നും പോയിട്ട് ജരാസന്ധനെ ജയിക്കാൻ നമുക്കാവില്ല. എത്രയോ പ്രാവശ്യം, ഒരുപാട് അക്ഷൗണിയുള്ള ആളാണ് ജരാസന്ധൻ. അപ്പൊ നമ്മൾ എത്രയോ പ്രാവശ്യം അങ്ങനെ തോപ്പിച്ച് നമ്മൾ വന്നവരാണ്. അതുകൊണ്ട് ദ്വന്ദ്വയുദ്ധത്തിൽ തന്നെ വേണം ജരാസന്ധനെ തോൽപ്പിക്കാൻ. അതിന് വേറെ പ്രകാരത്തില് ജരാസന്ധനെ ജയിക്കാൻ എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞ് ഉദ്ധവർ ഉപദേശിച്ചു. അപ്പൊ ഉദ്ധവരെ അഭിപ്രായമൊക്കെ കേട്ടപ്പം എല്ലാ യദുക്കളുടെ കൂട്ടത്തിലുള്ള വൃദ്ധന്മാരെ, അതായത് ജ്ഞാനവൃദ്ധരും വൃദ്ധരുമായിട്ടുള്ള അവരുടെ കുലപതികളൊക്കെ അത് അനുമോദിക്കും. എല്ലാവരും പറഞ്ഞു ശരി. അപ്പൊ ഭഗവാൻ യാത്രയ്ക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യും. അതായത് രാജസൂയത്തിന് വേണ്ടി ഇന്ദ്രപ്രസ്ഥം, ഹസ്തിനപുരത്തിലാണ് ദുര്യോധനാദികളുടെ രാജധാനി. ഇന്ദ്രപ്രസ്ഥത്തിലാണ്. കാരണം ഇടയ്ക്ക് വെച്ച് ഇത് ചേർത്തിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലാണ് പാണ്ഡവന്മാർ താമസിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഡൽഹിയുടെ 2 ഭാഗം, ന്യൂ ഡൽഹി, ഓൾഡ് ഡൽഹി എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഭഗവാൻ രാജസൂയത്തിന് പോവാനായിട്ട്, രാജസൂയത്തിന് വലിയ ഒരുക്കങ്ങൾ, ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുള്ള ഇതാണ്. അപ്പൊ ഭഗവാൻ ദാരുകൻ എന്നുള്ള തന്റെ തേരാളിക്കും ഒക്കെ അനുവാദം കൊടുത്ത്, ബലരാമൻ, ഉഗ്രസേനൻ എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ട് തന്റെ ഭാര്യമാരോടുകൂടെ, തന്റെ അഷ്ടപത്നിമാരുണ്ടല്ലോ, അവരെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തില് അവരെ രാജധാനിയിലേക്ക് പോവുകയാണ്. രാജസൂയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഭഗവാൻ, അവർ കസിൻസ് ആണല്ലോ. മാതുലേയനാണ്. മാതുലേയൻ എന്ന് വെച്ചാൽ അമ്മാവന്റെ മകൻ, കുന്തിയുടെ സഹോദരന്റെ പുത്രനാണല്ലോ. അപ്പൊ പാണ്ഡവന്മാരുടെ മാതുലേയനാണ്, അത് കസിൻ ബ്രദറാണ് കൃഷ്ണൻ. അപ്പൊ കുറെ നാളായി അവരെയൊക്കെ വിസിറ്റ് ചെയ്തിട്ട്. ഇവര് ദ്വാരകയിലല്ലേ. അപ്പൊ എല്ലാവരും കൂടെ പോയിട്ട് സന്തോഷമായിട്ട് മക്കളും ഭാര്യമാരും മക്കളും എല്ലാമായിട്ട് ശ്രീകൃഷ്ണൻ വലിയ സന്നാഹത്തോടുകൂടി ഒരുക്കത്തോടുകൂടി പോവാണ്. രാജസൂയം പറ്റി ചർച്ച ചെയ്യാനായിട്ട് യുധിഷ്ഠിരന്റെ അങ്ങോട്ട് പോവുകയാണ്. ഇത് അറിഞ്ഞ് സന്തോഷത്തോടുകൂടി നാരദർ ആകാശമാർഗേണ
അങ്ങ് പോയി. അപ്പം ഭഗവാൻ പിന്നെ ദൂതൻ അവിടെ കാത്തു നിൽക്കുകയാണ്, രാജാക്കന്മാരുടെ ദൂതൻ. അപ്പൊ ദൂതനോട് ഭഗവാൻ പറഞ്ഞു, ഭയപ്പെടണ്ട, ജരാസന്ധനെ ഒതുക്കുന്ന കാര്യം നമ്മൾ ചെയ്തോളാം, അവരെയൊക്കെ നമ്മൾ പിന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞോളൂ എന്ന് പറയും. അപ്പൊ ദൂതൻ സന്തോഷത്തോടു കൂടി ആ രാജാക്കന്മാരോട് പറയാനായിട്ട് മടങ്ങിപ്പോയി. അപ്പൊ ദൂതൻ വന്ന് രാജാക്കന്മാരോട് വിവരം പറഞ്ഞപ്പോ അവരൊക്കെ വളരെ ആകാംക്ഷയോടും സ്നേഹത്തോടും വളരെ ഭക്തിയോടും കൂടി ഭഗവാനെ കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഭഗവാൻ സന്നാഹത്തോടു കൂടി തന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഭഗവാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ ഭഗവാനെ കാണാൻ, ഭഗവാന്റെ ദർശനത്തിന് തന്നെ ആൾക്കാർ ഇങ്ങനെ അഹമഹിമയ മുന്നോട്ട് വന്ന് എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. അപ്പൊ ധർമ്മപുത്രരും ബാക്കിയുള്ള ബ്രദേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് വന്ന് സ്വീകരിച്ചു. അവരെല്ലാരും കുറച്ചു കാലമായി ഇപ്പൊ കണ്ടിട്ട്, അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി പരസ്പരം ആലിംഗനം ചെയ്ത് ആനന്ദ ബാഷ്പം തൂകി അവരെല്ലാവരും അങ്ങനെ അങ്ങനെ സമ്മാനിതനായ ശ്രീകൃഷ്ണൻ കുരുക്കളെയും കേകയന്മാരെയും എല്ലാവരെയും പോയി കാണും. എല്ലാവരെയും പോയി കണ്ട് പിന്നെ എല്ലാവരും ഭഗവാനെ വാഴ്ത്തുകയാണ്. അങ്ങനെ ഭഗവാൻ സുഹൃത്തുക്കളാൽ പരിവൃതനായിട്ട് പുരത്തിൽ പ്രവേശിച്ചു. അപ്പൊ തന്നെ സോദരപുത്രനാണല്ല കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് കുന്തി ദേവിക്ക് ഭയങ്കര സന്തോഷമായി. കുന്തി ദേവി വേഗം തന്നെ തൻ്റെ പിന്നെ പാഞ്ചാലി പിന്നെ സുഭദ്ര അവരും എല്ലാവരും കൂടെ ആയിട്ട് ഓടി വന്ന് ഭഗവാനെ സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് ഭഗവാന്റെ പത്നിമാരെ എല്ലാവരെയും അവരെല്ലാവരും പരസ്പരം, നമ്മളൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോ എങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുക എന്ന് ആലോചിച്ചാൽ മതി. അതേ സന്തോഷത്തോടുകൂടി ബന്ധുക്കളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി പിന്നെ അവരെല്ലാവരും അന്തഃപുരത്തിൽ പോയി, സ്ത്രീകളൊക്കെ അന്തഃപുരത്തിലേക്ക് പോയി. അങ്ങനെ ഭഗവാൻ ഒരു ദിവസം ക്ഷത്രിയ ആചാര്യന്മാർ കുലവൃദ്ധന്മാർ എല്ലാവരുമായിട്ട് പിന്നെ സഭയിലിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ സഭാവാസികൾ കേൾക്കെ ശ്രീകൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഗോവിന്ദ, രാജസൂയത്താൽ അങ്ങയുടെ വിഭൂതികളായ ദേവതകളെ ആദരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിഭൂതികളായ ദേവത എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരാണ് കേട്ടോ. അങ്ങ് അത് നന്നായി സാധിച്ചു തന്നാലും അങ്ങയുടെ പാദുകങ്ങളെ നിരന്തരം പരിചരിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്ന, അങ്ങയുടെ നാമം കീർത്തിക്കുകയോ ചെയ്യുന്നവർ എത്രയായാലും ശുദ്ധ അന്ധകരണമുള്ളവരായിരിക്കും. അവരെ എങ്ങനെ എല്ലാ അഭിലാഷങ്ങളും സാധിക്കുന്നതിനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ശരി രാജൻ, അങ്ങയുടെ തീരുമാനം ഉചിതം തന്നെ. അതായത് ഒരു രാജസൂയം നടത്തണം എന്നുള്ള ഈ ഉത്തമ യോഗം ഋഷികൾക്കും പിതൃക്കൾക്കും ദേവന്മാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് ഭൂമിയെ അധീനത്തിലാക്കി സർവസംഭാരങ്ങളും എല്ലാം, ഒരുപാട് ചെലവുള്ള കാര്യമാണ് ഈ യാഗങ്ങളൊക്കെ എല്ലാം. പിന്നെ അപ്പം രാജാക്കന്മാരെയൊക്കെ ജയിക്കുമ്പോൾ അവരൊക്കെ നാച്ചുറലായിട്ട് ഒരുപാട് സമ്പത്തൊക്കെ കൊടുക്കുമല്ലോ രാജസൂയം നടത്താനായിട്ട്. അതാണല്ലോ ഒരാൾക്ക് വഴങ്ങി കൊടുക്കുമ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്യും. അങ്ങനെ എല്ലാം സമ്പാദിച്ച് നമുക്ക് ഈ വിശിഷ്ട യാഗം അങ്ങ് നടത്തിക്കൊള്ളൂ എന്ന് ഭഗവാൻ അനുവാദം നൽകും. അപ്പൊ തന്നെ ഭഗവാന്റെ അരുളപ്പാട് കേട്ട ഉടൻ തന്നെ യുധിഷ്ഠിരൻ തന്റെ ബ്രദേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും ഓരോ ഭാഗത്തേക്ക്, പടിഞ്ഞാറ്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, അങ്ങനെ ഓരോ ഭാഗത്തേക്ക്, പല ഭാഗങ്ങളിലും രാജാക്കന്മാരുണ്ട്, എല്ലാവരെയും ജയിക്കണമല്ലോ, അങ്ങനെ പലയിടത്തേക്കും അയച്ചു. കിഴക്കോട്ട് മദ്രകന്മാരോടൊപ്പം ഭീമസേനനെ അയച്ചു. വീരന്മാരായ അവർ എല്ലാവരും തങ്ങളുടെ ബലം കൊണ്ട് എല്ലാവരെയും ജയിച്ചു. അജാതശത്രു വെച്ചാൽ യുധിഷ്ഠിരന്റെ സേന വരുമ്പോ തന്നെ ആൾക്കാർക്ക് വഴങ്ങിക്കൊടുക്കും, അവർക്ക് സന്തോഷമാണ്. അപ്പൊ അങ്ങനെ എല്ലാവരെയും ജയിച്ചിട്ട് വന്നു. പക്ഷെ ജരാസന്ധനെ മാത്രം ജയിക്കാൻ പറ്റിയില്ല. ജരാസന്ധനെ മാത്രം ജയിച്ചില്ല എന്ന് കേട്ടപ്പം യുധിഷ്ഠിരൻ ചിന്താകുലനെ. ഒരാളെങ്കിലും എതിർക്കാനുണ്ടെങ്കിൽ പിന്നെ യാഗം ശരിക്കും നടത്താൻ പറ്റില്ല, അയാൾ വന്നിട്ട് അലങ്കോലമാക്കും. അതുകൊണ്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ചിന്താകുലനായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പം ഉദ്ധവര് പറഞ്ഞു, ഒരു ഉപായം പറയാം. ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഉദ്ധവരൊരു ഉപായം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഉപായം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെ നമുക്ക് മാഗധൻ, അതായത് ജയദ്രഥൻ ജരാസന്ധനെ തോപ്പിക്കാം എന്ന് പറയും. അപ്പൊ എന്താണ് ഉദ്ധവൻ അന്ന് പറഞ്ഞത്? പിന്നെ ദ്വന്ദ്വയുദ്ധം കൊണ്ടേ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റൂ, അല്ലാതെ അക്ഷൗണി പട കൊണ്ടൊന്നും ജരാസന്ധനെ ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങ് ദ്വന്ദ്വയുദ്ധത്തിനുള്ള ഏർപ്പാട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്യാം. അതിനിപ്പോ എന്താ വേണ്ടത്? കൃഷ്ണനും ഭീമനും
അർജുനനും. അവര് 3 പേരും കൂടെ ബ്രാഹ്മണരുടെ വേഷം സ്വീകരിക്കും. ബ്രാഹ്മണരുടെ വേഷത്തില് ബ്രാഹ്മണന്മാരായിട്ട് പോവുകയാണ്. അപ്പൊ ഈ മഗധ രാജാവ്, ഈ രാജാക്കന്മാരൊക്കെ ഭയങ്കര ദാനികളാണ് കേട്ടോ. അവർക്ക് അഹങ്കാരമുണ്ട്. നമ്മുടെ മഹാബലിയെ പോലെ വളരെ ദാനശീലരാണ് അവര്. അപ്പൊ അവര് ഒന്നാമത് അവന്റെ ഒരു അഹന്തയുണ്ട്. എല്ലാം ഞങ്ങൾക്ക് ചോദിക്കുന്നവരൊക്കെ ഞങ്ങൾ കൊടുക്കും. ദമ്പം ദർപ്പം ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ചോദിക്കുന്നത് കൊടുക്കുക, എന്ത് നമ്മൾ കൊടുക്കും എന്നൊക്കെ ഉള്ള ഇതാണ്. അപ്പം ഇവര് 3 പേരും കൂടെ ജരാസന്ധന്റെ മഗധ ഗിരിവ്രജത്തിലെത്തും. ഗിരിവ്രജത്തിലെത്തിയിട്ട് പറഞ്ഞു, ഞങ്ങള് അർത്ഥികളാണ്, ഞങ്ങൾ അർത്ഥിക്കാൻ വന്നിരിക്കുന്നവരാണ്, അങ്ങ് ഞങ്ങൾക്ക് അർത്ഥന, ഞങ്ങൾ അർത്ഥിക്കുന്നത് നൽകിയാലും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പറഞ്ഞു, ഞങ്ങള് പിന്നെ എന്തായാലും പിന്നെ മഹാബലി, ശിബി ചക്രവർത്തി, വ്യാധൻ, കപോതത്തിന്റെ ഒക്കെ കഥ അറിയാമല്ലോ. ഒരു പ്രാവ് സ്വയം ഭാര്യ, പിന്നെ കാട്ടിൽ ഒരു വേടൻ ഭാര്യയെ എഴുതി കൊന്നു. അപ്പം അത് തീയിലിട്ട് ചുടുമ്പം വേടന്റെ വിശപ്പ് തീരാത്തോണ്ട് ആൺപക്ഷിയും കൂടെ ആ തീയിലേക്ക് ചാടി മരിച്ച്, അന്ന് എല്ലാം കൂടെ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തം ശിബി ചക്രവർത്തിയുടെ കഥ അറിയാമല്ലോ. രന്തിദേവൻ ലാസ്റ്റ് മോർസൽ ഫുഡ് പോലും, വെള്ളം പോലും കൊടുത്തിട്ടാണ് രന്തിദേവൻ. അങ്ങനെ എല്ലാവരുടെയും കഥ. അപ്പൊ അതുകൊണ്ട് പിന്നെ ശരീരം കൊണ്ട് ദാനം ചെയ്യുന്നവരാണ് ശാശ്വത കീർത്തി നേടുന്നവർ. അതുകൊണ്ട് അങ്ങ് വളരെ ദാനശീലനാണല്ലോ, അപ്പം ഞങ്ങൾ അർത്ഥിക്കുന്നത് അങ്ങ് നൽകിയാലും. ഇവരുടെയൊക്കെ ഉദാഹരണം, മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ അങ്ങ് അത് ചെയ്താലും പറഞ്ഞു. അപ്പം സൂക്ഷിച്ചു നോക്കിയപ്പോ എന്താ അറിയോ, ഇവരുടെ കൈ കണ്ടപ്പോ രാജാക്കന്മാരുടെ കൈയാണെന്ന് മനസ്സിലാവും. കാരണം അമ്പും ശസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തഴമ്പുണ്ട് കയ്യില്. ബ്രാഹ്മണന്റെ കൈ വളരെ സോഫ്റ്റ് ആയിരിക്കും. അവര് യാഗങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നവരാണ്. അവര് ആയുധങ്ങളൊന്നും കൈകാര്യം ചെയ്യില്ല. അപ്പൊ അവരുടെ കൈകളിൽ തഴമ്പുണ്ടാവില്ല. ഇവരുടെ കൈകളിലാണെങ്കിൽ നല്ല തഴമ്പാണ്, നല്ല ശക്തമായ കൈകൾ. അത് കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവര് ബ്രാഹ്മണരല്ല. പക്ഷെ അവര് യാചിച്ചു വന്നിരിക്കുന്നവരാണ്. അപ്പൊ യാചിച്ചവർക്ക് നമ്മുടെ പ്രാണൻ തന്നെ കൊടുക്കണം. അതുകൊണ്ട് ബലിയെ പിന്നെ ഗുരുദേവൻ പിന്നെ അരുതെന്ന് പറഞ്ഞിട്ടും ബലിചക്രവർത്തി വാമനന് ദാനം ചെയ്തു. അതുകൊണ്ട് വിഷ്ണു ആണെന്ന് അറിഞ്ഞിട്ടും കൊടുത്തില്ലേ. അതുകൊണ്ട് ശരീരം നശിക്കുന്ന ശരീരമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, എന്ത് ചോദിച്ചാലും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ജരാസന്ധൻ പറഞ്ഞു, നിങ്ങൾ വിപ്രന്മാരല്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്റെ ശിരസ് വേണമെങ്കിലും ഞാൻ തരാം, എന്ത് വേണം എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങ് വിചാരിച്ചത് ശരി തന്നെയാണ്, ഞങ്ങൾ വിപ്രന്മാരല്ല. ഞാൻ കൃഷ്ണൻ, ഇത് പിന്നെ അർജുനൻ, അത് ഭീമസേനൻ, ഞങ്ങൾ 3 പേരാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അന്യാർത്ഥികളല്ല, യുദ്ധാർത്ഥികളാണെന്ന് പറയും. യുദ്ധമാണ് ഞങ്ങൾ അർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് കുന്തിപുത്രന്മാരായ അർജുനനും വിഗോദരനും, ഇത് ഞാൻ പിന്നെ ഇവരുടെ കസിൻ മാതുലേയൻ, അമ്മാവിന്റെ മകനായ നിന്റെ ശത്രുവുമായ കൃഷ്ണനുമാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അയ്യ, മഗധൻ പൊട്ടിച്ചിരിക്കും. എന്നിട്ട് പറഞ്ഞു, അയ്യടാ, നിന്നെ പോലെയുള്ള ഒരുത്തന്റെ കൂടെ ആരെങ്കിലും യുദ്ധം ചെയ്യോ? എന്നെ പേടിച്ച് 17 പ്രാവശ്യം ഓടിപ്പോയി ഒരു കടലിൽ പോയി, കടലിന്റെ നടുവിൽ ഒരു വീടും കെട്ടി താമസിക്കുന്ന മണ്ടനാണ് നീ. നിന്റെ കൂടെ എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല, നീ ഭീരുവാണ്. നിന്റെ കൂടെ യുദ്ധം ചെയ്താൽ എന്റെ കീർത്തിയും കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ യുദ്ധം ചെയ്യില്ല എന്ന് പറയും. അർജുനനെ നോക്കിയിട്ടുണ്ട്. അർജുനൻ എന്നെക്കാളും എത്രയോ ചെറുത്, സൈസ് കൊണ്ടൊന്നും എനിക്ക് യോജിക്കില്ല. അപ്പം എന്നേക്കാൾ ചെറിയവരോട് ഞാൻ എങ്ങനെയാ ദ്വന്ദ്വയുദ്ധം ചെയ്യുക? അത് ശരിയാവില്ല. വൃക്കോദരൻ ശരിയാണ്, എന്റെ അത്ര തന്നെ സൈസ് ഉണ്ട്, എന്നെ പോലെ തന്നെ ബലവും വീര്യവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വൃകോദരനുമായിട്ട് ഞാൻ ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞു. ദ്വന്ദ്വയുദ്ധമാണല്ലോ അവര് ചോദിച്ചത്, പിന്നെ ദാനമായിട്ട് ചോദിച്ചപ്പോ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ദ്വന്ദ്വയുദ്ധം തുടങ്ങി. 27 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവുമില്ല. 2 പേരും ഒരുപോലെ നിൽക്കുകയാണ്, ഒരു ഇതും ഇല്ല. പക്ഷേ ഒരു ദിവസം 27 ദിവസമാണ് യുദ്ധം. ഒരു ദിവസം ഭീമൻ പറഞ്ഞു, ഭഗവാനെ കൃഷ്ണ, എനിക്കിനി പറ്റുന്ന തോന്നുന്നില്ല, തളർന്നു തുടങ്ങി, എനിക്ക് തളർച്ചയായി തുടങ്ങി ഭഗവാനെ, എനിക്കിനിയും ജരാസന്ധനെ തോൽപ്പിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ് ജരാസന്ധനെ കൊള്ളാൻ ഒരു ഉപായം എന്താണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഭഗവാന് പെട്ടെന്ന് ഉപായം ഓർമ്മ വന്നു. എങ്ങനെയാണ് ജരാസന്ധൻ ഉണ്ടായത്? ഒരു രാജാവിന് പിന്നെ ബൃഹദ്രഥൻ എന്നുള്ള രാജാവിന് രണ്ട് ഭാര്യമാരില് 2 പാർട്ടായിട്ട് ആണ് പ്രസവിച്ചത്. അപ്പൊ അദ്ദേഹം അതിനെ എടുത്ത് കാട്ടിക്കളഞ്ഞു, മോശം തോന്നിയിട്ട്. അപ്പൊ ജര എന്നുള്ള ഒരു പിന്നെ ഒരു രാക്ഷസി ജര,
രാവിലെ പോയപ്പം കൗതുകം തോന്നിയിട്ട് ഈ കുട്ടികളെ വെറുതെ പാവകളെ കൂട്ടിച്ചേർക്കുന്ന പോലെ ഒന്ന് കൂട്ടിച്ചേർത്ത് ജീവൻ കൊടുത്തു. അപ്പൊ കുട്ടികൾക്ക് ജീവൻ വന്നു, അവർ ഒന്നായി. അപ്പൊ ഒന്നായപ്പം വേഗം ആ ആ ജര ആ കുട്ടികളെ കൊണ്ട് കുട്ടികൾ, അനാഥരായ കുട്ടികളൊക്കെ രാജാവിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ കൊണ്ട് കൊടുത്തു. അപ്പൊ അവിടെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും രാജാവ് സ്വീകരിച്ച് വളർത്തി. അങ്ങനെയാണ് ജയദ്രഥൻ ഉണ്ടായിരിക്കുന്നത്. ജരാസന്ധൻ ഉണ്ടായിരിക്കുന്നത്. ജര സന്ധിപ്പിച്ചവനായതുകൊണ്ട് ജരാസന്ധൻ എന്നുള്ള പേര് കിട്ടി. അതുകൊണ്ട് പകുതി വെച്ച് മുറിക്കണം. പകുതി വെച്ച് മുറിച്ചാൽ മാത്രമേ ജരാസന്ധനെ കൊല്ലാൻ പറ്റൂ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു കമ്പെടുത്തിട്ട് ആ കമ്പ് ഇങ്ങനെ നടുവേ കീറി കാണിച്ചു കൊടുക്കും. അടി തൊട്ട് മോൾ ഭാഗം വരെ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് കീറി കാണിച്ചു കൊടുക്കും. അപ്പൊ ഭീമസേനന് മനസ്സിലായി എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ യുദ്ധത്തിൽ വീണ്ടും ഗദായുദ്ധം തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വീഴ്ത്തുമല്ലോ. ഒരു പ്രാവശ്യം ജരാസന്ധൻ വീണപ്പം കാലി ചവിട്ടി പിടിച്ച്, നമ്മൾ കണ്ടിട്ടില്ലേ ഗുസ്തിയൊക്കെ, അതുപോലെ കാലി ചവിട്ടി പിടിച്ച് മറ്റേ കാല് പിടിച്ച് വലിച്ച് എടുക്കും. വലിച്ചെടുത്തിട്ട് ഒരേപോലെ മുറിഞ്ഞു വരും. സന്ധിപ്പിച്ചതല്ലേ, കൂട്ടിവെച്ചതല്ലേ, ചേർത്ത് വെച്ചതല്ലേ, വലിച്ചെടുക്കുമ്പോ മാറിപ്പോവുമല്ലോ. ഒരേപോലെ അടി തൊട്ട് മുടി വരെ ഒരേപോലെ ഈക്വൽ ആയിട്ട് രണ്ട് ഭാഗങ്ങളാവും. രണ്ട് ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ അങ്ങനെ ജരാസന്ധനെ കൊന്നു. അങ്ങനെ ജരാസന്ധനെ കൊന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനൊരു മകനുണ്ട്, സഹദേവൻ. ആ സഹദേവനെ മഗധയിലെ രാജാവായിട്ട് വാഴിക്കും. മഗധയിലെ രാജാവായിട്ട് വാഴിച്ചിട്ട് ബന്ധനസ്ഥരായ 20,000 രാജാക്കന്മാരെ മോചിപ്പിക്കും. അപ്പം പിന്നെ ഈ ഗിരിവ്രജം അല്ലെങ്കിൽ ഗിരിദ്രോണി എന്നും പറയും. അവിടെ അവരെല്ലാവരും അങ്ങ് ക്ഷീണിച്ച് ശോഷിച്ച്, രാജാക്കന്മാരൊക്കെ എത്രയോ കാലം കൊണ്ട് യാതന അനുഭവിക്കുന്നവരാണ്. അവർക്കൊക്കെ ബന്ധനത്തിൽ നിന്നും പുറത്തു വന്ന് അവര് പീതാംബരധാരിയായ ഭഗവാനെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹിച്ചു വാഴ്ത്തി അവിടുന്ന് പോകും. അങ്ങനെ അതേ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചിട്ട് പോയി. അങ്ങനെ മഗധന്റെ പുത്രനായ ജരാസന്ധന്റെ പുത്രനായ സഹദേവന് ഭഗവാനോട് വിരോധമൊന്നുമില്ല. ഭഗവാനെ അദ്ദേഹം വേണ്ട വിധത്തിൽ ആദരിച്ചു പൂജിച്ച് പിന്നെ അദ്ദേഹം കൃഷ്ണൻ, ഭീമസേനൻ അവർ മൂന്നുപേരും കൂടെ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. അവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ജരാസന്ധനെയും ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പൊ ശത്രുഭയമില്ല. അപ്പൊ എല്ലാവരും സന്തോഷിച്ചു. ഇനിയിപ്പൊ ആരും എതിർക്കാനില്ല. അങ്ങനെ എല്ലാവരും വെച്ചപ്പോ എല്ലാവരെയും ക്ഷമിക്കുകയാണ്. അപ്പം ഹസ്തിനപുരത്തിൽ നിന്ന് കസിൻസ് ആയ എല്ലാവരെയും, ദുര്യോധനാദികളെയും എല്ലാവരെയും ക്ഷണിക്കും രാജസൂയത്തിന്. എല്ലാവരും വരികയാണ്. അങ്ങനെ കൃഷ്ണന്റെ അനുമതിയോടുകൂടി എല്ലാ രാജാക്കന്മാർക്കും ഇതെല്ലാം അയച്ച് യജ്ഞഭൂമി ഉഴുത് വൃത്തിയാക്കി യുധിഷ്ഠിരൻ എല്ലാ പൂജകളൊക്കെ എല്ലാം ചെയ്തിട്ട് അഗ്രപൂജനെ ആർക്കാണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളെ യജമാനനായിട്ട് സൽക്കരിച്ചുകൊണ്ട് അഗ്രപൂജ നൽകണം. അത് ആർക്കാണെന്ന് ആലോചിക്കണം. ഒരുപാട് പ്രമുഖന്മാരും ഒരുപാട് ജ്ഞാനവൃദ്ധരും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ഇനി ആ കൂട്ടത്തിൽ ആരെയാണ് സെലക്ട് ചെയ്യുക? ആരെ സെലക്ട് ചെയ്യുന്നൊരു സംശയമായി. അപ്പൊ സഹദേവൻ എഴുന്നേറ്റ് പറഞ്ഞു, എന്തിനാണ് സംശയം? ശ്രീകൃഷ്ണൻ അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്? വേറെ ആരും വേണ്ട, ശ്രീകൃഷ്ണൻ തന്നെ ഭഗവാൻ പിന്നെ നമ്മുടെ ഭഗവാൻ അല്ലാതെ വേറെ ആർക്കാണ് അഗ്രപൂജയ്ക്കുള്ള അർഹതയുള്ളത്? ഭഗവാനെ തന്നെ അഗ്രപൂജ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഇത് സന്തോഷമായി. അങ്ങനെ ഭഗവാനെ അഗ്രപൂജയ്ക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണന്റെ മഹിമയൊക്കെ സഹദേവൻ പല രീതിയിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അതൊക്കെ കേട്ട് എല്ലാവരും യുധിഷ്ഠിരൻ ഭക്തിപരവശനായിട്ട് ഭഗവാനെ നന്നായിട്ട് പൂജിച്ചു. അപ്പൊ അങ്ങനെ ഭഗവാനും വളരെ ആടാഭരണങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ തേജസ്സോടുകൂടി ജ്വലിച്ച് എല്ലാവർക്കും സന്തോഷമായിട്ട് അഗ്രപൂജ കണ്ടപ്പോഴത്തേക്കും സദസ്സരെല്ലാവരും ഭയങ്കര ആനന്ദത്തിലായിരുന്നു. പക്ഷെ അപ്പോഴൊരു അപശബ്ദം ആരിൽ നിന്നാണ് വരുന്നത്? ഭഗവാന്റെ തന്നെ കസിനായ ശിശുപാലന് രണ്ട് ദേഷ്യമുണ്ട്. രുക്മിണിയെ ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കാന്നാണ് പിന്നെ രുക്മി പറഞ്ഞിരുന്നത്. അതിന് പകരം ഭഗവാൻ വിളിച്ചുകൊണ്ട് പോയി. അതിന്റെ ഒരു ദേഷ്യമുണ്ട്. അതുകൂടാതെ ജനിച്ചപ്പോ തൊട്ടേ കൃഷ്ണ വിരോധിയാണ് ശിശുപാലൻ. അപ്പം അമ്മായിയോട് പറഞ്ഞിട്ടുമുണ്ട്, ഇവനെ 100 പ്രാവശ്യം 100ാമത്തെ തവണ എന്നെ അവഹേളിക്കുമ്പോൾ ഞാൻ അവനെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 100ാമത്തെ തവണയാണ്. അവിടെ എഴുന്നേറ്റ് നിന്ന് കൃഷ്ണനെ ഒരുപാട് അപഹസിക്കും. അവൻ കള്ളനല്ലേ, അവൻ പെണ്ണുപിടിയനല്ലേ, അതല്ലേ ഇതല്ലേ, എത്രയൊക്കെ രീതിയിൽ എത്ര അവമാനിക്കാമോ
കാട്ടുകള്ളൻ, പിന്നെ എന്താണ് പശുപാലൻ, അത് ഇത് ഗോക്കളുടെ പിറകെ നടക്കുന്നവൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങോട്ട് അവമാനിച്ചു. അങ്ങനെ അവമാനിച്ചപ്പോഴത്തേക്കും കുറെ ആൾക്കാർ കേട്ടോണ്ടിരുന്ന യദുക്കളൊക്കെ കൂടെ, യദുക്കളുടെ സൈന്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ശിശുപാലനെ വളഞ്ഞ് യുദ്ധം ചെയ്യാനായിട്ട് അപ്പൊ പിന്നെ അവിടെ അലങ്കോലമാവും. ഭഗവാൻ പറയും ഒന്നും വേണ്ട, ആരും യുദ്ധമൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഭഗവാൻ ഈ കുറുക്കന്മാരെ ഓരിയിടുമ്പോഴേ സിംഹം, രാജാവായ സിംഹം മിണ്ടാതിരിക്കും, അതുപോലെ ഇയാളിങ്ങനെ ഓരിയിടുമ്പം കൃഷ്ണൻ മിണ്ടാതെ ഇരുന്ന് അവസാനം രക്ഷയില്ലാന്ന് കണ്ട് അവിടെ വലിയൊരു യുദ്ധം തന്നെ, യുദ്ധക്കളമായി പോകും എന്നറിഞ്ഞപ്പം ഭഗവാൻ ചക്രം അയച്ച് പിന്നെ അയാളെ കൊല്ലും. ശിശുപാലനെ കൊന്നു. ശിശുപാലനെ കൊന്ന സമയത്ത് ശിശുപാലന്റെ ശരീരത്തിൽ നിന്നൊരു ഒരു ജ്യോതിസ് എല്ലാവരും കാണുക, എല്ലാവർക്കും കാണാം. ആ ജ്യോതിസ് വന്ന കൃഷ്ണനെ ലയിക്കും, കൃഷ്ണനിൽ അങ്ങ് ലയിച്ചു ചേർന്നു. അങ്ങനെ മൂന്നാമത്തെ ജന്മമാണ്, ജയവിജയന്മാരുടെ മൂന്നാമത്തെ ജന്മമാണ് ശിശുപാലനും ദന്തവക്ത്രനും. ശിശുപാലന് ബ്രദറായ ദന്തവക്ത്രൻ എന്ന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശിശുപാലനെ വധിച്ചു. അയാള് വിരോധ ഭക്തിയിലൂടെ എത്തിക്കോളാന്നാണ് പറഞ്ഞത് ഭഗവാന്റെ അടുത്തേക്ക്. അങ്ങനെ വിരോധ ഭക്തി കാണിച്ച് അവസാനം ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മൃതനായി. ഹിരണ്യാക്ഷനും ഹിരണ്യകാശിയുമായിരുന്നു ആദ്യം ജനിച്ചത്. പിന്നെയാണ് രാവണനും കുംഭകർണനും, പിന്നെ ഇപ്പോഴ് പിന്നെ ശിശുപാലനും ദന്തവക്ത്രനും. അങ്ങനെ 3 ജന്മങ്ങളാണ് അവരെടുത്തത്. അങ്ങനെ അവൻ ഭഗവൻ മയമായിട്ട് തീർന്നു. അപ്പം യുധിഷ്ഠിരൻ, അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എല്ലാവർക്കും വേണ്ട വിധത്തിൽ ഭക്ഷണവും യഥാവിധി പൂജകളൊക്കെ നൽകി യോഗേശ്വരനായ ഭഗവാൻ യുധിഷ്ഠിരന്റെ യാഗം നന്നായിട്ട് നടത്തി കൊടുത്ത് സുഹൃത്തുക്കളുടെയൊക്കെ അവരെല്ലാരും പറഞ്ഞു ഭഗവാനെ ഇപ്പൊ തന്നെ തിരിച്ചു പോണ്ട, കുറച്ചു കാലം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനും ഭഗവാന്റെ കൂടെ വന്ന എല്ലാവരും യുധിഷ്ഠിരന്റെ പിന്നെ അവിടെ അതിഥികളായിട്ട് താമസിക്കുകയാണ്. അങ്ങനെ രാജസൂയം നടത്തി യുധിഷ്ഠിരൻ വാമനരുടെയും ക്ഷത്രിയരുടെയും ഒക്കെ നടുവിൽ അങ്ങനെ ദേവേന്ദ്രനെ പോലെ വിളങ്ങുകയാണ്. അപ്പൊ എല്ലാവരും ഭഗവാനെയും ക്രതു എന്ന് പറഞ്ഞ യുധിഷ്ഠിരനെയും വാഴ്ത്തിക്കൊണ്ട് അങ്ങനെ വളരെ നന്നായിട്ട് ജീവിക്കുമ്പോ അങ്ങനെ കഴിയുമ്പത്തേക്കാണല്ലോ അസുര സ്വഭാവത്തിൽ ഏറ്റവും മോശമായ അസൂയ, അതുകൊണ്ടിട്ട് പൊറുതിയില്ല ആർക്ക്? ദുര്യോധനനും ദുര്യോധനന്റെ ബ്രദേഴ്സ്, പ്രത്യേകിച്ച് ദുര്യോധന ഭയങ്കരമായ അസൂയ ഉണ്ടാവാൻ തുടങ്ങും. അപ്പം പരീക്ഷിത്ത് ചോദിച്ചു, ഭഗവാനെ അജാതശത്രുവിന്റെ രാജസൂയ മഹം കണ്ടുകൊണ്ട് ഒരുപാട് നരന്മാരും സുരന്മാരും ഋഷികളും ഒക്കെ സന്തുഷ്ടരായി, പിന്നെ ദുര്യോധന മാത്രം എന്തുകൊണ്ടാണ് സന്തോഷം ഉണ്ടാവാതിരുന്നത്? അതെന്താണ് കാരണം എന്ന് പറഞ്ഞു തരണം. അപ്പം അങ്ങയുടെ പിതാമഹന്റെ രാജസൂയ യാഗത്തിന് സ്നേഹബദ്ധരായ എല്ലാ ബന്ധുക്കളെയും ക്ഷണിച്ചിരുന്നു. എല്ലാവർക്കും ഓരോ ജോലികൾ, എല്ലാവരും അവരവരുടെ ഓരോരോ ജോലികൾ ഏറ്റെടുത്തു, സേവനം ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭീമൻ അടുക്കളയുടെ മേൽനോട്ടം, കലവറ ദുര്യോധനൻ, അതിഥി പൂജ സഹദേവൻ, കലവറ വിചാരിപ്പ് നകുലൻ, ഗുരുജനങ്ങളെ പരിചരിക്കുന്നത് അർജുനൻ, കൃഷ്ണൻ സജ്ജനങ്ങളുടെ പാദസേവനം, അതായത് വരുന്ന അതിഥികളുടെ എല്ലാം പാദം കഴുകുന്ന ജോലിയാണ് ശ്രീകൃഷ്ണൻ ഏറ്റെടുത്തത്. പിന്നെ എച്ചിൽ പാത്രങ്ങൾ തുടയ്ക്കുന്ന ജോലി. അങ്ങനെ എച്ചിൽ പാത്രം തുടച്ചിരുന്നപ്പം ആണ് ശിശുപാലൻ ഇങ്ങനെ ആ കയ്യിലിരുന്ന ഒരു പ്ലേറ്റ് ആണ് എടുത്തെറിഞ്ഞതെന്നും അതാണ് സുദർശനമായിട്ട് മാറുന്നതെന്നും പറയും കേട്ടോ. അപ്പൊ അങ്ങനെ കൃഷ്ണൻ സജ്ജനങ്ങളുടെ പാദസേവനം നിർവഹിച്ചു. വിഭുവിന്റെ ചുമതല വിദ്യ എല്ലാത്തിനും, അപ്പം വിളമ്പലൊക്കെ അതിന്റെ നേതൃത്വം വഹിച്ചത് പാഞ്ചാലിയാണ്. കർണനാണ് ദാനധർമ്മങ്ങൾ, കർണൻ അല്ലെങ്കിൽ തന്നെ വളരെ ദാനശീലനാണ്. അപ്പൊ ആ കർണനെ തന്നെയാണ് ദാനങ്ങളൊക്കെ ചെയ്യാനുള്ള ജോലി ഏൽപ്പിച്ചത്. അപ്പൊ അങ്ങനെ പിന്നെ ഇയാളുടെ അനിയന്മാരും വിതുരരും വികർണനും എല്ലാവരും യുധിഷ്ഠിരനോടുള്ള സ്നേഹനിമിത്തം ഓരോരോ ചുമതലയേറ്റ് നന്നായിട്ട് നടത്താണ്. അപ്പൊ ഋത്വിക്കുകൾ, മഹർഷിമാർ, സദസ്യ സുഹൃത്തുക്കൾ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തും സമ്മാനം കൊടുത്തും ഒക്കെ നന്നായിട്ട് പിന്നെ എല്ലാവരെയും നന്നായിട്ട് സംതൃപ്തരാക്കുകയാണ്. ആ സമയത്താണ് ശിശുപാലന്റെ വധം ഉണ്ടാവുന്നതും ശിശുപാലന് മോക്ഷം ലഭിച്ചതായിട്ട് എല്ലാവരും കാണുന്നതും. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം യുധിഷ്ഠിരൻ ഗംഗയിൽ പോയിട്ട് സ്നാനം ചെയ്ത്, അവഭൃത സ്നാനം എന്ന് പറയുന്നതിന്, എന്നിട്ട് പിന്നെയാണ് ആഘോഷങ്ങൾ, നർത്തനങ്ങളും നർത്തകികളും അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെ വീണവായന, പാട്ട്, കഥകളി, ഇതൊക്കെ അങ്ങനെ വലിയ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പത്തേക്കും യുധിഷ്ഠിരനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഒരു സേനകളാൽ ആവുതനായിട്ട് ഒരു വിജയഭേരി നടത്തുന്നുണ്ട്. രാജസൂയ യാഗം നടത്തി എല്ലാവരെയും വശത്താക്കിയത് കൊണ്ട് അതിന്റെ വിജയഭേരിയായിട്ടൊരു ഒരു തി- ഒരു 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 ഘോഷയാത്ര വേണമല്ലോ. അങ്ങനെ ബ്രാഹ്മണൻ ഋത്വിക്കളും സഹസ്രം വേദകീർത്തനങ്ങളൊക്കെ ചൊല്ലി വളരെ കേമമായിട്ടുള്ള ഒരു യുധിഷ്ഠിരനെ മുമ്പിൽ നടത്തിക്കൊണ്ട് വലിയൊരു ഘോഷയാത്രയൊക്കെ നടത്തി. അങ്ങനെ ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഒരു ദിവസം ധർമ്മപുത്രരുടെ ഈ ഐശ്വര്യം, അതായത് ഈ ഇന്ദ്രപ്രസ്ഥം ആരാണ് ഉണ്ടായിക്കൊടുത്തത്? മയനാണ് അസുരന്മാരുടെ മായാവിയാണ് മയൻ. അപ്പൊ ആ മയനാണ് അസുരശില്പിയായ മയനാണ് ഇന്ദ്രപ്രസ്ഥം ഉണ്ടായിക്കൊടുത്തത്. അപ്പൊ അവിടെ ഒരു സഭാമണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ ശ്രേഷ്ഠമായ ഒരു സഭാമണ്ഡപം, അതിശ്രേഷ്ഠമായ ഒരു സഭാമണ്ഡപം. പക്ഷെ അവിടെ ഒരു കുസൃതി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു മയൻ. അതായത് ഒരു സ്ഥലത്ത് കാണുമ്പോഴത്തേക്കും നിറയെ വെള്ളമാണെന്ന് തോന്നും. അപ്പൊ നമ്മൾ വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഉടുപ്പൊക്കെ പൊക്കി പിടിച്ച്, സാരിയൊക്കെ പൊക്കി പിടിച്ച്, ധോത്തിയൊക്കെ പൊക്കി പിടിച്ച് നടക്കും. പക്ഷെ അവിടെ വെള്ളം ഉണ്ടാവില്ല, വെള്ളമില്ല, തറയാണ്, വെറും തറയാണ്. മനസ്സിലായി? ഈ 3D എന്നൊക്കെ പറയുന്നത് ആ കാലത്തെ ഉണ്ട്. 3D 3D ആണ്. ഏത് കാലത്താണ്? എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 5000 6000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഈ പറയുന്നത്. 5500 വർഷങ്ങൾക്ക് മുമ്പ് 3D സംവിധാനം മയം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേറൊരു സ്ഥലത്ത് പോകുമ്പോ നല്ല നിരപ്പായ നല്ല സ്ഥലം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ എന്താ? വെള്ളമാണത്. അത് ഒരു 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 വെള്ളമാണ്, അതിൽ മുങ്ങിപ്പോവും. അങ്ങനെ അങ്ങനെ ദുര്യോധന ഒരു അബദ്ധം പറ്റും. എല്ലാവരും സഭാമണ്ഡപത്തിൽ ഒരുപാട് പേര് ഈ ഇത് കാണാനായിട്ടും ആസ്വദിക്കാനായിട്ടും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദുര്യോധനും പിന്നെ ബ്രദേഴ്സും കൂടെ അതിനകത്ത് കാണാനായിട്ട് കയറിയപ്പോഴത്തേക്കും വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്നും കരുതി ദുര്യോധന ഉടുപ്പൊക്കെ പൊക്കി പിടിച്ചു. അത് കണ്ടപ്പോ ഭീമസേനനും കൂടെ ഒരുപാട് സ്ത്രീകളും എല്ലാവരും ഉണ്ട്. പാഞ്ചാലി ചിരിച്ചില്ല എന്നാണ് ഭഗവാൻ പറയണത്. പക്ഷെ ഒരുപാട് സ്ത്രീകളും ബാക്കിയുള്ള സദസ്യരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കും. കൃഷ്ണനാണെങ്കിൽ അത് അനുമോദിക്കും, പൊട്ടിച്ചിരിക്കാൻ സമ്മതിക്കും. എന്തിനാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ പിന്നെ മുന്നോട്ട് പോയപ്പം വെള്ളമില്ലാന്ന് തോന്നിയിടത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയി ദുര്യോധന. അപ്പൊ പിന്നെ ഭയങ്കര പൊട്ടിച്ചിരി മുഴങ്ങാൻ തുടങ്ങും അവിടെ. അപ്പം ദുര്യോധനൻ ഭയങ്കരമായിട്ട് അവമാനിതനാവും. പക്ഷെ ഭഗവാനാണെങ്കിൽ ആ പൊട്ടിച്ചിരിയെ അനുമോദിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? കാരണം ഭഗവാന്റെ ജന്മ ഉദ്ദേശം എന്തായിരുന്നു? അധർമ്മ നിവാരണം, അല്ലേ? അധർമ്മികളെ നശിപ്പിക്കാനാണ് ഭഗവാൻ ജനിച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒരു കാരണം വേണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെയാണ് ആ വലിയ മഹാഭാരത യുദ്ധത്തിലേക്ക് വന്നു പെട്ടത്. അപ്പൊ ഇതിന്റെ ഈ അപമാനം പിന്നെ ഒന്നാമത് അസൂയ കൊണ്ട് ജ്വലിക്കുന്ന നമ്മൾക്ക് തന്നെ അറിയാം. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് അസൂയ ഉണ്ടായിട്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം അസ്വസ്ഥതയാണ്. ആ ജ്വലനം അതിന്റെ കൂട്ടത്തിലെ അവമാനം കൂടെ ആവുമ്പോഴോ എല്ലാവരും പൊട്ടിച്ചിരിച്ച് പബ്ലിക്കായിട്ട് അവമാനിക്കുകയും കൂടെ ചെയ്യുമ്പോൾ പിന്നെ എന്തായിരിക്കും അയാളുടെ ഒരു സ്ഥിതി? അയാളുടെ പണ്ടേ വെറുപ്പ് അതിന്റെ കൂടെ ഇപ്പം അത് ഇരട്ടിയായി മാറുകയാണ്. അങ്ങനെ ലജ്ജിതനായ ദുര്യോധനൻ പക്ഷെ ഒന്നും ആ സമയത്ത് മിണ്ടാതെ അവിടുന്ന് പോവും. പക്ഷെ യുധിഷ്ഠിരന് ഭയങ്കര സങ്കടം തോന്നും. എത്രയായാലും ബ്രദർ അല്ലേ? യുധിഷ്ഠിരന്റെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ്. അവിടെ യാതൊരു ചിത്തശുദ്ധിയുടെ ഒന്നാന്തരം എക്സാമ്പിൾ ആണ് യുധിഷ്ഠിരൻ. ധർമ്മരാജാവിന്റെ പുത്രനാണ്, ധർമ്മപുത്രരാണ്. അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരന്റെ മനസ്സിൽ ലേശം കളങ്കമില്ല. അപ്പൊ യുധിഷ്ഠിരന് ഭയങ്കര മനസ്താപം തോന്നും. പക്ഷെ ഭഗവാന് മനസ്താപവും തോന്നിയില്ല. ഭഗവാന്റെ ലീലാ നാടകത്തിലെ ഒരു രംഗമാണിത്. ഇത് ഓരോന്നിനുള്ള ഒരു സൂചനകളാണ്. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ സ്വന്തമായിട്ട് സന്തോഷമായിട്ടിരുന്നു. അങ്ങനെ ദുര്യോധന അങ്ങനെയാണ് അവിടുന്ന് സന്തോഷമില്ലാതെ പിരിഞ്ഞു പോയത്. ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പം കൃഷ്ണൻ സാലരാജാവ് ആരാണ്? സാലരാജാവാണ് ശിശുപാലന്റെ ഭയങ്കര കൂട്ടുകാരനാണ് സാലരാജാവ്. അപ്പൊ ആ സാലരാജാവ് രുക്മിണി സ്വയംവരത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ യദുക്കള് ജരാസന്ധാദികളെ പോലെ തന്നെ സാലനെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു. അപ്പോൾ മുള്ള അയാള് പിന്നെ എല്ലാവരും കേൾക്കെ ഒരു ശപഥം ചെയ്യും, ലോകത്തെ ഞാൻ യാദവ ശൂന്യമാക്കും എന്ന് വെച്ചാൽ ശിശുപാലന്റെ കൂടെ വന്ന സാലനെ, രുക്മിണി സ്വയംവരത്തിന് വന്ന സാലനെ ഭഗവാൻ തട്ടിക്കൊണ്ട് പോയപ്പോ യദുക്കൾ യുദ്ധം ചെയ്യുമല്ലോ. യദുക്കൾ യുദ്ധം ചെയ്തപ്പോ സാലനെയും തോപ്പിച്ചു. അപ്പോഴയാള് ഞാൻ യദുക്കളെ എല്ലാവരെയും നാമാവശേഷമാക്കും, എന്റെ പൗരുഷം നിങ്ങൾ കണ്ടുകൊള്ളൂ എന്ന് ഒരു ഒരു വീരവാദം മുഴക്കി ഒരു പബ്ലിക്കായിട്ട് ഒരു പ്രതിജ്ഞ എടുത്തു. പക്ഷെ അത് പാലിക്കുന്നത് എങ്ങനെയാണ്? അത് പാലിക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനുവേണ്ടി അങ്ങ് ഒരു കഠിനമായ തപസ് തുടങ്ങി. എന്താണ് തപസ്? നമ്മളിപ്പോ ഇന്നലെ ഭഗവത്ഗീതയെ പഠിച്ചില്ലേ? അസുരന്മാരുടെ തപസ് എങ്ങനെയായിരിക്കും?
എല്ലാത്തിനെയും ഭയങ്കരമായിട്ട് ഹേമിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ പൂഴി മാത്രം, ഒരു പിടി മണ്ണ് മാത്രമേ ഒരു ദിവസം കഴിക്കുള്ളൂ. ആ മണ്ണ് മാത്രം കഴിച്ചുകൊണ്ട് മഹാദേവനെയാണ് പൂജിക്കുന്നത്. കുറേ മഹാദേവൻ ഈ പൂജ കൊണ്ട് പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. ഭഗവാൻ ക്ഷിപ്രപ്രസാദിയായിട്ട് വന്നു. എന്താണ് വേണ്ടത് വരം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പിന്നെ എനിക്ക് ഒരു വാഹനം വേണം. അതായത് ആർക്കും ഭേദിക്കാൻ കഴിയാത്തതും, ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടം പോലെയൊക്കെ എല്ലായിടത്തും സഞ്ചരിക്കാവുന്നതും, പിന്നെ വൃഷ്ണിമാർക്ക്, അതായത് എതുക്കൾക്ക് ഭീഷണം ഉണ്ടാക്കുന്ന, അവർക്ക് ഭയമുണ്ടാക്കുന്നതുമൊക്കെ ആയ, അവരുടെ ദ്രോഹത്തെ എനിക്ക് എതിർക്കാൻ പറ്റുന്നതായ പിന്നെ ഒരു വാഹനം എനിക്ക് അങ്ങ് നൽകണം. അതാണ് എൻ്റെ ആവശ്യം. അത് മായാവാഹനമായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി തരാം. അപ്പൊ മയനെ വിളിച്ചിട്ട്, മയനാണല്ലോ ഇതിന്റെയൊക്കെ ശില്പി, മയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വാഹനം ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. മയൻ വേഗം ലോഹനിർമ്മിതവും സൗഹം എന്നാണ് അതിന്റെ പേര്, സൗഹം എന്ന് പേരുള്ള അതിസുന്ദരമായ ഒരു പുരം, ഒരു 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 സിറ്റി പോലെ തന്നെയാണ് ആ രഥം ഇരിക്കുന്നത്. നിർമ്മിച്ച സാലൻ നല്ല, ആ സിറ്റിയിൽ ഇഷ്ടം പോലെ സഞ്ചരിക്കാം. ഒരു വിമാനം പോലെ ഇഷ്ടമുള്ളിടത്തൊക്കെ അയാൾക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു സാലൻ എന്ത് ചെയ്തു, അതും കൊണ്ട് ദ്വാരകയിലേക്ക് പോയി. ആ സേനയ്ക്കൊക്കെ അതിലുണ്ട്. വലിയ സേനയോടുകൂടി ദ്വാരകയിൽ ചെന്ന് വളഞ്ഞ് അവിടെ മുഴുവൻ കോലാഹലമാക്കി. ഈ സമയത്ത് കൃഷ്ണൻ എവിടെയാണ്? കൃഷ്ണൻ രാജസൂയത്തിന് പോയിരിക്കുകയാണ്. അവിടെ അതിഥിയായിട്ട് താമസിക്കുന്ന സമയത്താണ് എല്ലായിടത്തും. അപ്പൊ ഇവിടെ കൃഷ്ണനില്ലാത്ത സമയത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ പ്രദ്യുമ്നനും സാമ്പനൊക്കെ ഉണ്ട് അവിടെ. അവരും വളരെ മിടുക്കനാണല്ലോ. അപ്പൊ പ്രദ്യുമ്നൻ ഭഗവാന്റെ മകൻ രഥാരൂഢനായിട്ട് വന്ന് സാത്യകി, സാമ്പൻ, എല്ലാ മഹാരഥന്മാരും വന്ന് എതിർക്കാൻ തുടങ്ങും. അങ്ങനെ ഭയങ്കരമായ യുദ്ധം. പക്ഷെ സാലന്റെ സേനാനായകൽ ഒരുപാട് പേരെ പ്രദ്യുമ്നൻ വധിക്കും. പ്രദ്യുമ്നൻ ഭയങ്കര വീരനാണ്, യുദ്ധവീരനാണ്. അങ്ങനെ ഒരുപാട് പേരെ വെണപ്പെടുത്തി നശിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്വാലൻ അയാളുടെ സൗഭം വെച്ചിട്ട് മായ പ്രയോഗിക്കാൻ തുടങ്ങി. മായ പ്രയോഗിക്കുമ്പോൾ മറഞ്ഞിരിക്കും, ചിലപ്പോൾ മലയുടെ മുകളിൽ കാണും, ചിലപ്പോൾ താഴെ കാണും, ചിലപ്പോൾ കാണില്ല. പക്ഷെ അസ്ത്രശസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര യുദ്ധം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ സാലന്റെ അസ്ത്രശസ്ത്രങ്ങളേറ്റ് യദുക്കൾ വല്ലാതെ തളർന്നു തുടങ്ങി. അങ്ങനെ പക്ഷെ അവര് പിന്മാറില്ല. അവർ പറയും, ഒന്നുകിൽ ഇഹലോകം അല്ലെങ്കിൽ പരലോകം, എന്തായാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അവർ യുദ്ധം ചെയ്യണം. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും സാലരാജൻ എന്തു ചെയ്തു, ഇരുമ്പലൊക്കെ എടുത്ത് ഈ പ്രദ്യുമ്നനെ കഠിനമായിട്ട് പീഡിപ്പിച്ച ശേഷം ഇരുമ്പലൊക്കെ കൊണ്ട് അടിയേറ്റപ്പം പ്രദ്യുമ്നൻ വീണു. പ്രദ്യുമ്നൻ വീണപ്പോഴത്തേക്കും പ്രദ്യുമ്നന്റെ സൂതൻ, അതായത് രഥം നയിക്കുന്ന ആളാണല്ലോ സൂതൻ, അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് പോർക്കളത്തിൽ നിന്ന് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ പ്രദ്യുമ്നന് ബോധം വന്നപ്പോ അദ്ദേഹം ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പോർക്കളത്തിൽ നിന്ന് കൊണ്ടുവന്നത്? അച്ഛനൊക്കെ കേട്ടാ എന്ത് പറയും, ഞാൻ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറയില്ലേ എന്ന് പറയുമ്പം അയാളെ സാരഥി പറഞ്ഞു, അങ്ങനെയല്ല രാജാവേ, സ്വാമി അങ്ങനെയല്ല, പിന്നെ സാരഥിയെ രക്ഷിക്കേണ്ട കർത്തവ്യം അങ്ങേക്കും രഥിക്കും, പിന്നെ രഥിയെ രക്ഷിക്കേണ്ട കർത്തവ്യം സാരഥിക്കുമുണ്ട്. അതാണ് ഞാൻ ചെയ്തത്. അങ്ങയുടെ തളർച്ച മാറിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാമല്ലോ. അങ്ങനെ തിരിച്ചുപോയി. ഇത് കേട്ടിട്ട് അവര് യുദ്ധം ചെയ്ത് പ്രദ്യുമ്നെ അങ്ങനെ ജലസ്പർശം ചെയ്ത് വീണ്ടും പിന്നെ അയാളുടെ അടുത്തേക്ക് വന്ന് വീണ്ടും സാലനുമായിട്ട് ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്യാൻ. അങ്ങനെ 27 ദിവസമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയം കഴിഞ്ഞിട്ട് താമസിക്കുകയാണല്ലോ. അപ്പൊ ഭഗവാൻ അവിടെ ഒരുപാട് പിന്നെ ഇത് കാണുകയാണ്. എന്താണ് പിന്നെ അപശകുനങ്ങൾ, ദുസ്സൂചനകൾ ഒരുപാട് കിട്ടുന്നു. അപ്പൊ ഞാൻ ജ്യേഷ്ഠന് മേടിച്ച് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പോന്നു. പക്ഷേ ഒരുപാട് പിന്നെ ദുസ്സൂചനകൾ കാണുന്നുണ്ട്. ചൈത്യരാജ്യത്തിന്റെ രാജാവാണ് സാലൻ തീർച്ചയായിട്ടും ഞാനില്ലാത്ത സമയം നോക്കി എന്റെ രാജ്യത്തെ അപഹരിക്കും, അല്ലെങ്കിൽ അവിടെ യുദ്ധം ചെയ്യും എന്ന് മനസ്സിലായിട്ട് ഭഗവാൻ പറഞ്ഞു, പിന്നെ ദാരികന്റെ അടുത്ത് പറഞ്ഞു, വേഗം പിന്നെ യുദ്ധം റെഡിയാക്കും, നമുക്ക് പോവാം. പോയിട്ട് സാലന്റെ അടുത്തേക്ക്, സാലൻ എവിടെയാണോ അവിടേക്ക് പോകണം. അവൻ മായാവിയാണ്, പക്ഷെ നീ സംഭ്രമിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാരുകൻ വേഗം തേര് തെളിച്ച് ശത്രുക്കളും മിത്രങ്ങളും എല്ലാവരുമായിട്ട് പോകും. അപ്പൊ അവരെല്ലാവരും കൃഷ്ണന്റെ ഗരുഡധ്വജം കണ്ടു. അപ്പൊ അവർക്ക് സന്തോഷമായി. കൃഷ്ണനെ കണ്ടപ്പോഴത്തേക്കും പക്ഷെ സൂതന്റെ നേർക്ക് ശക്തി വേലെറിഞ്ഞ് ആ വേലാണെങ്കിൽ ഒരു കൊള്ളിമീൻ പോലെയാണ് വരുന്നത്. പക്ഷെ ഭഗവാൻ അതിനെ 100 നുറുക്കിക്കളഞ്ഞു. അങ്ങനെ പിന്നെ സാലനെ പിന്നെ സൗഭം തന്നെ ഭഗവാൻ
പിന്നെ അമ്പ് കൊണ്ട് മൂടും. അമ്പ് കൊണ്ട് മൂടുമ്പോഴത്തേക്കും സാലൻ എന്ത് ചെയ്തു? ഒരു ശരം കൊണ്ട് ഭഗവാന്റെ ഇടത്ത് കൈ മുറിച്ചു. ഇടത്ത് കൈ മുറിച്ചപ്പോൾ ശാർങ്ങം താഴെ വീണു. ശാർങ്ങം എന്ന വില്ല് താഴെ വീണു. അപ്പത്തേക്കും കണ്ടവർക്കൊക്കെ ഭയങ്കര സങ്കടം. ഇനിയും ഭഗവാൻ എങ്ങനെ യുദ്ധം ചെയ്യും? പറയും, പിന്നെ നീ എന്റെ സുഹൃത്തായ ശിശുപാലനെ കൊന്നില്ലേ, നീ നോക്കി നിൽക്കെ, നീ രുക്മിണിയെ അപഹരിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. നിന്നെ എല്ലാവരും അജിതാഹരെ എന്നൊക്കെ അല്ലേ പറയണേ, ആ പേരൊക്കെ ഞാനിപ്പോ മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞു, നീ ഇതൊക്കെ വീമ്പൊക്കെ പറയാതെ, വീമ്പ് പറയലല്ല പിന്നെ സാമർഥ്യം കാണിക്കേണ്ടത്, ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് വണങ്ങി നിന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, ദേവകി അമ്മ പറഞ്ഞയച്ചിട്ട് വന്നതാണ് ഞാൻ, ദേവകി ദേവി പറഞ്ഞയച്ചിട്ട് വന്നതാണ് ഞാൻ. അങ്ങയുടെ അച്ഛനെ വസുദേവനെ സാലൻ കട്ടുകൊണ്ട് പോയി. സാലൻ കട്ടുകൊണ്ട് പോയിട്ട് ആടിനെ പോലെ കൊല്ലുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെ കെട്ടി വലിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ ഇത് കേട്ടപ്പോ, മായാവിയാണല്ലോ കൃഷ്ണൻ, മായാകൃഷ്ണനല്ലേ. അപ്പൊ മായു ഭയങ്കര സങ്കടം അഭിനയിച്ചുകൊണ്ട് പിന്നെ വിലപിച്ചുകൊണ്ട്, അയ്യോ, സുരാസുരന്മാർക്ക് പോലും ടച്ച് ചെയ്യാൻ മേത്ത എന്റെ പിന്നെ അച്ഛനെ പിടിച്ചോണ്ട് പോയെന്നോ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ. അപ്പൊ ഈ സമയത്ത് ഇയാള് വസുദേവനെ പോലെ ഒരാള് പിന്നെ കണ്ടു, ഭഗവാൻ കണ്ടു സൗഭത്തിലിരിക്കുന്നത്. അന്നേരം, നിന്റെ മുമ്പിൽ വെച്ച് നിന്റെ അച്ഛന്റെ തല ഇപ്പൊ ഞാൻ വെട്ടിമുറിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴേ പിന്നെ വാസുദേവന്റെ തല അറുത്ത് സൗഭത്തിലേറി. പക്ഷെ ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്, പക്ഷെ മായാമാനുഷ്യനായിട്ട് വേഷമെടുത്തിരിക്കുകയാണ്. അപ്പം അതൊക്കെ നമുക്ക് നേരിട്ട് ഞാൻ ഈശ്വരനാണെന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലെയുള്ള വേദനയൊക്കെ അനുഭവിച്ചുകൊണ്ട് സാലന്റെ നേരെ പ്രയോഗിച്ച പിന്നെ യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇത് സാലന്റെ ഒരു മായയാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഭഗവാന് മനസ്സിലായി. അപ്പൊ ഈ വന്നു പറഞ്ഞ ദൂതനും ദേവകി പറഞ്ഞയച്ചതും എല്ലാം സാലന്റെ മായയാണെന്ന് ഭഗവാന് മനസ്സിലായി. അപ്പൊ സാലൻ ആകാശത്തിൽ സൗഭത്തിലിരിക്കുന്നത് ഭഗവാൻ കണ്ടു. അപ്പം ഭഗവാന് അവനെ കൊല്ലാനായിട്ട് ഒരുങ്ങും. പരാക്രമത്തോടെ പോരാടുന്ന വൈരിയുടെ വില്ലും പടച്ചട്ടയും കിരീടവും ഒക്കെ ഭഗവാൻ ഗദ കൊണ്ട് അടിച്ചു ചേർത്ത് സൗഭത്തെ തന്നെ അടിച്ചു തകർക്കും. അങ്ങനെ കൃഷ്ണന്റെ ഗദ കൊണ്ട് സൗഭത്തെ നശിപ്പിച്ച് സാലൻ അതിൽ നിന്ന് പുറത്തു ചാടിയപ്പം അവനെയും ഭൂമിയിൽ തന്നെ ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്ത് ഗദ കൊണ്ട് അടിച്ചു കൊന്നു. അങ്ങനെ സാലനെയും കൊന്നു. സാലനും കൊന്നു കഴിഞ്ഞപ്പോ അവിടെ വേറൊരാള് പ്രത്യക്ഷപ്പെട്ടു. ആരറിയോ? ദന്തവക്ത്രനാണ് ശിശുപാലന്റെ സഹോദരൻ. അപ്പൊ അയാളുടെ ഫ്രണ്ട്സ് ആയിരുന്നു. ശിശുപാലനെ കൊന്നു, സാലനെ കൊന്നു. പൗണ്ഡ്രകൻ, വസുദേവ പൗണ്ഡ്രകൻ, ഞാനാണ് വസുദേവൻ എന്ന് പറഞ്ഞൊരാൾ നടന്നിരുന്നല്ലോ, അയാളെ കൊന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പ് ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൗണ്ഡ്രകൻ ഇങ്ങനെ എന്റെ കൂട്ടുകാരെയൊക്കെ കൊന്ന ഇവനെ ഇനിയും വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് വേഗം ദന്തവക്തൻ ഭഗവാനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വരും. തീരുമാനം കൊണ്ടുവന്ന് അവർ തമ്മിൽ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഭഗവാൻ നിഷ്പ്രയാസം അയാളെ പിന്നെ കൊന്നു. ആ ദന്തവക്തനെ കൊന്നപ്പോഴും ശിശുപാലന്റെ അവിടെ സംഭവിച്ച പോലെ തന്നെ അയാളിൽ നിന്നൊരു ജ്വാല, ബാക്കിയുള്ളവരിൽ നിന്നും ജ്വാലയൊന്നും പോവാറില്ല, ഇയാളിൽ നിന്നൊരു ജ്വാല വേഗം വന്ന് എല്ലാവരും നോക്കി നിൽക്കെ ആ ജ്വാല ഭഗവാനിൽ ചേർന്ന് അലിഞ്ഞു ചേർന്നു. അതായത് അയാള് ഇവര് ജയവിജയന്മാരുടെ ജന്മമായതുകൊണ്ട് ഭഗവാൻ പറഞ്ഞല്ലോ, വിരോധ ഭക്തിയോടുകൂടി എന്നോട് യുദ്ധം ചെയ്ത് എന്നെ വിരോധിച്ചുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരും ജയവിജയന്മാരായിട്ട്. അപ്പൊ ഈ മൂന്നാമത്തെ ജന്മത്തോടുകൂടി അവര് രണ്ടുപേരും രക്ഷപ്പെട്ട് തിരിച്ച് ജയവിജയന്മാരായിട്ട് വൈകുണ്ഠത്തില് കാവൽക്കാരായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദന്തവക്ത്രനെയും ഭഗവാൻ കൊന്നു. അങ്ങനെ പിന്നെ അപ്പൊ അയാൾക്കൊരു ബ്രദറുണ്ട്, വിതുരഥൻ എന്ന് പറഞ്ഞ്. അപ്പം വിതുരഥന് ഭയങ്കര സങ്കടമായി, അയാളും യുദ്ധം ചെയ്യാൻ വന്നു. പക്ഷെ അയാളെയും ഭഗവാൻ കൊന്നു. അങ്ങനെ എല്ലാവരെയും ഈ ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവന്മാരും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ വാഴ്ത്തുകയാണ്. അപ്പം ജ്യേഷ്ഠൻ അങ്ങനെ ഭഗവാനെ സ്തുതിച്ച് ദേവകൾ പൂജ ചെയ്ത് വിഷ്ണുവീരൻ എല്ലാ വിഷ്ണു എന്ന് വെച്ചാൽ യദുകുലനെയാണ് വിഷ്ണു എന്ന് പറയുന്നത്, വിഷ്ണുകുലം. ഭഗവാന്റെ കുലം വൃഷ്ണികുലം എന്നും പറയുമല്ലോ. അപ്പൊ വൃഷ്ണികുലത്തിൽ എല്ലാവരും ഒന്ന് ഭഗവാനെ അനുമോദിച്ചുകൊണ്ട് എല്ലാവരുടെയും ഭഗവാനെ കൂട്ടിക്കൊണ്ട് ദ്വാരകയിലേക്ക് മടങ്ങും. ഈ സമയത്താണ് കുരുപാണ്ഡവന്മാർ യുദ്ധത്തിനൊരുങ്ങുന്നു എന്ന് കേട്ട് അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ടാണ് ബലരാമൻ. ബലരാമൻ എന്ത് ചെയ്യും? ബലരാമന് പിന്നെ
കൃഷ്ണന്റെ ബ്രദറാണ്. അതേ സമയത്ത് ദുര്യോധനന്റെ ഗുരുവാണ്. അപ്പൊ അവനോട് പ്രത്യേക ഒരു വാത്സല്യം. ഗുരു ശിഷ്യ ബന്ധം വളരെ, അവര് തമ്മിലുള്ള ബന്ധം വളരെ തീവ്രമായ ഒരു ബന്ധമായിരുന്നു. ദുര്യോധനോട് വളരെ ആ രീതിയില് ഗുരുവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു ദുര്യോധനൻ. അങ്ങനെ ബലരാമന് ദുര്യോധനോട് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ഇനിയിപ്പോ താമസിയാതെ കുരു പാണ്ഡവന്മാർ തമ്മിലുള്ള യുദ്ധം ഉണ്ടാവും എന്ന് ബലരാമന് തീർച്ചയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് കാണാനുള്ള ശക്തിയോ അതിൽ ആരുടെ സൈഡ് ചേരും? ആരുടെ സൈഡും ചേരാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, നീ ഒരു തീർത്ഥാടനം പോവാറായി, ഞാനൊരു തീർത്ഥാടനത്തിന് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് പ്രഭാസം എന്ന് പറഞ്ഞ എന്താണ്, പിന്നെ 3 നദികൾ കൂടുന്ന സ്ഥലമാണ് പ്രഭാസം. നമ്മുടെ പിന്നെ ത്രിവേണി പോലെ അവിടെ ചെന്ന് സ്നാനം ചെയ്തിട്ട് ദേവതാർച്ചന, പിതൃതർപ്പണം, ഋഷിപൂജനം, ദാനം എന്നിവയൊക്കെ നടത്തി സരസ്വതി ദേവിയുടെ തീരത്തുകൂടി മേലോട്ട് യാത്ര ചെയ്തു. അങ്ങനെ നൈമിഷാരണ്യത്തിലെത്തും. നൈമിഷാരണ്യം എവിടെയാണ് അറിയാലോ? നൈമിഷാരണ്യത്തിലാണ് പിന്നെ നമ്മുടെ ഇത് തുടങ്ങുന്ന ഭാഗവത പാരായണം ആദ്യമായിട്ട് തുടങ്ങുന്ന നൈമിഷാരണ്യത്തിലാണ്. അപ്പൊ ആ നൈമിഷാരണ്യത്തിലെത്തി അദ്ദേഹത്തെ കണ്ടുവിടാൻ എത്രയോ കാലം കൊണ്ട് അവിടെ മുനികൾ ഇങ്ങനെ ഈ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നൈമിഷാരണ്യം. അവിടെ ചെന്നപ്പം ബലരാമൻ എത്തിയപ്പോൾ അവിടെയുള്ള മുനികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അദ്ദേഹത്തെ എതിരേറ്റ് സ്നേഹിച്ച് പൂജിച്ച് ബലരാമൻ സഭയിലിരിക്കുന്ന വ്യാസശിഷ്യനായ രോമഹർഷന്റെ മകനാണ് സൂതൻ എന്ന് പറഞ്ഞ് നമ്മൾ കുറെ കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. രോമഹർഷനെ കണ്ടു. പക്ഷേ വ്യാസന്റെ ശിഷ്യനാണ് രോമഹർഷൻ ബലരാമനെ കണ്ടിട്ട് എഴുന്നേൽക്കുകയോ വണങ്ങുകയോ കൈകൂപ്പുകയോ ഒന്നും ചെയ്യാതെ ബ്രാഹ്മണരെക്കാളും ഉയർന്ന സ്ഥാനത്താണ് ഇരിക്കുന്നത്. ബ്രാഹ്മണരെക്കാളും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സൂതനാണ്. അപ്പൊ ബലരാമന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദുർമതിയും പ്രതിലോമജനുമായ ഇവൻ വിപ്രനെയും ധർമ്മപാലകരായ നമ്മയും അനാദരിച്ചുകൊണ്ട് ഉന്നത സ്ഥാനത്തിരിക്കുവാൻ വതാർഹനാകുന്നു. സർവജ്ഞനായ വ്യാസമുനിയുടെ ശിഷ്യനായി ഇതിഹാസ പുരാണങ്ങളും സർവശർമ്മശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിലും അനാഥനും അവിനീതനും പണ്ഡിതമാനിയുമായി ഇവന് അതൊക്കെ നന്നായിട്ടല്ല കലാശിച്ചത്. ഇത്രയൊക്കെ അറിവുണ്ടായിട്ടുണ്ട്, ഇത്രയും അറിവുള്ള മഹാശ്രേഷ്ഠനായ ഒരാളാണ് ഗുരു എന്നിട്ട് പോലും ഇയാൾക്ക് വിനയമില്ല, ഇയാൾക്ക് പിന്നെ ഗുരുവന്ദനം ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഇയാള് ജീവിക്കാൻ പ്രാപ്തനല്ല എന്ന് പറഞ്ഞ് ധർമ്മസ്തംസകനായ ഇത്തരക്കാരെ ശാസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് തന്നെ. എന്റെ അവതാര ഉദ്ദേശം തന്നെ ഇങ്ങനെയുള്ള അധർമ്മികളെ ശിക്ഷിക്കുക എന്നതാണ്. ബലരാമൻ മൃതനിഷ്ഠനാകെ അയാൾ ദുഷ്ടവധത്തിൽ നിന്ന് നിവൃത്തനാണെങ്കിലും ഭവിതവ്യതയുടെ ബലത്താൽ സുതനെ കരുതുന്ന കുശാഗ്രത്താണ്. അതായത് ബലരാമൻ ഇപ്പൊ പൂജയൊക്കെ ഇത് ചെയ്തിട്ട് വന്നിരിക്കുകയാണല്ലോ. അപ്പൊ വധിക്കാൻ പാടില്ല ആരെയും, അതായത് ആയുധപ്രയോഗം പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു കുശമെടുത്ത് അതുകൊണ്ട് അതിന്റെ അഗ്രം കൊണ്ടാണ് രോമഹർഷനെ ഹനിച്ചു. രോമഹർഷന് സുതൻ തന്നെയാണ്. അങ്ങനെ മാമുനിമാരെല്ലാം ഭയങ്കര ഖേദമായി. അവര് പറഞ്ഞു, സത്രം അവസാനിക്കുന്നതുവരെ ആയുസ്സും ദേഹബലവും ബ്രഹ്മാസനവും ഞങ്ങൾ നൽകിയിട്ടുണ്ട്, അറിയാതെ അങ്ങ് ശിഷ്ടവധം ചെയ്തു. അതായത് ബലരാമനെ അറിയാതെ ഒരു തെറ്റാണ് ചെയ്തത്. അദ്ദേഹം തന്നെത്താനെ കയറിയിരുന്നതല്ല രോമഹർഷൻ. അദ്ദേഹം ഒരു യാഗത്തിൽ അദ്ദേഹത്തിനെ അഗ്രപൂജയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ സത്രം നടക്കുകയല്ലേ, സത്രം അവസാനിക്കുന്നവരെ അദ്ദേഹത്തിന് ദേഹബലവും ബ്രഹ്മാസനമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണരെക്കാളും ഉയർന്ന സ്ഥിതിയിൽ അദ്ദേഹം ഇരുന്നത്. മനഃപൂർവ്വമല്ല, അത് അങ്ങ് അറിഞ്ഞില്ല. ബലരാമനോട് മുനികൾ പറഞ്ഞു, അങ്ങ് അതറിയാതെ വെറുതെ ഒരു ബ്രഹ്മഹത്യ ചെയ്തു, അതിന് പരിഹാരം ആചരിച്ചാൽ മാത്രമേ പിന്നെ ലോകാനുഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബലഭദ്രൻ പറഞ്ഞു, ലോകാനുഗ്രഹം കരുതി ഞാൻ ഇന്ന് തന്നെ ഇതിന് പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്. അതിന് ഉത്തമമായ വിധി എന്താണ്? ഇവന് ആയുസ്, ബലം, ഇന്ദ്രിയ പാടവം ഇവയിൽ ഏത് വേണമെന്ന് വെച്ചാലും അത് എന്റെ യോഗമായ ബലത്താൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഋഷികൾ പറഞ്ഞു, അങ്ങയുടെ അസ്ത്രത്തിനും വീര്യത്തിനും മൃത്യുവിനും ഞങ്ങളുടെ വാക്കിനും വ്യർത്ഥത വരാത്തത് വണ്ണം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോളൂ എന്ന് വെച്ചാൽ അവരാണല്ലോ അദ്ദേഹത്തെ ബ്രഹ്മനിഷ്ഠനായിട്ട് ഇരുത്തിയത്. അതേ സമയത്ത് ഈ ഹത്യ ചെയ്തതിന്റെ പ്രായശ്ചിത്തം ചെയ്യുകയും വേണം. ഏതാണ് നല്ല രീതിയെന്ന് അങ്ങ് തന്നെ തീരുമാനിച്ചോളൂ എന്ന് അവര് വിനയപൂർവ്വം ബലരാമനോട് പറഞ്ഞു. അപ്പൊ ബലരാമൻ പറഞ്ഞു, ഇവന്റെ പുത്രൻ ആയുസ്സും ബുദ്ധിയും ബലമുള്ളവനും നിങ്ങളുടെ വക്താവുമായി തീരും.
അങ്ങനെ മാമുനിമാരും നിങ്ങൾക്കിനി എന്താണ് വേണ്ടതെന്ന് പറയുവിൻ, ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പുത്രനെ, അതാണ് സൂതൻ, നമ്മളെ പ്രസിദ്ധനായ ശുഗമഹർഷിയുടെ അടുത്ത് നേരിട്ട് ഭാഗവതം കേട്ടിട്ട് വന്ന് എല്ലായിടത്തും ഭാഗവതം പരത്തിയ സൂതൻ, അത് ഈ രോമഹർഷന്റെ മകനാണ്. അങ്ങനെ ഋഷികൾ പറഞ്ഞു, ഇല്വലന്റെ പുത്രൻ ബലാശ്വൻ എന്ന പേരായ ഒരു ഘോര രാക്ഷസൻ വാവുതോറും വന്ന് മലം മൂത്രം മദ്യമസ് കൊണ്ടിട്ട് ഞങ്ങളുടെ യാഗമെല്ലാം അശുദ്ധപ്പെടുത്തുന്നു. അങ്ങ് 12 മാസം ശ്രദ്ധയോടെ തീർത്ഥാസനം അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് കൊല്ലണം. അവനെ ഒന്ന് കൊന്നു തന്നിട്ട് അങ്ങ് അനന്തരം 12 മാസം അങ്ങ് ശ്രദ്ധയോടുകൂടി തീർത്ഥാടനം ചെയ്താൽ അങ്ങ് വിശുദ്ധനാവും. ഇപ്പൊ ഈ ബ്രഹ്മഹത്യയൊക്കെ ചെയ്തതിന്റെ പാപമൊക്കെ തീരാനായിട്ട് അങ്ങ് 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ബലല്വൻ എന്നുള്ള ഇല്ലലന്റെ പുത്രനായ ബലല്വൻ എന്ന ദുഷ്ടനായ രാക്ഷസൻ, അവനെ കൊല്ലണം. അവനെ കൊന്നു കഴിഞ്ഞിട്ട് അങ്ങ് 12 മാസം തീർത്ഥയാത്രയ്ക്ക് പോകണം. ഇതാണ് അങ്ങ് വിശുദ്ധനായി തീരാനുള്ള ഉപായം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താമല്ലേ. വാവ് വന്നപ്പോൾ പൊടി പറപ്പിച്ചുകൊണ്ട് വലിയ കാറ്റുണ്ടായി. എങ്ങും ദുർഗന്ധം പരന്നു. യജ്ഞശാലയിൽ ബലല്വൻ ഉണ്ടാക്കുകയാണ് ആ രാക്ഷസൻ. ഭയങ്കര മലമൂത്രാദികളെല്ലാം പൊഴിഞ്ഞ് ദുർഗന്ധം കൊണ്ടിരിക്കാൻ വയ്യ. ശൂലമേന്തി അവൻ നിൽക്കുന്നതും കാണായി. ചെമ്പിച്ച താടിയും മീശയും കൂർത്തു മൂർത്ത തേറ്റപ്പല്ലോടും കൂടിയ മുഖവും പൂണ്ട് അഞ്ജനശൈലത കറുത്ത വലിയ പർവ്വതം പോലെ കറുത്തിരുണ്ട ഒരു രാക്ഷസൻ അവിടെ നിൽക്കുന്നത് ബലരാമൻ കണ്ടു. ബലരാമൻ ശത്രുനാശകമായ മുസലം എന്ന് വെച്ചാൽ എന്താണ്? ഒലക്ക. ഹലം എന്ന് വെച്ചാൽ കലപ്പ. അദ്ദേഹത്തിന്റെ 2 ആയുധങ്ങള് ഒലക്കയും കലപ്പയുമാണ്. അതായത് മുസലവും കലപ്പയും. അതായത് അദ്ദേഹം കർഷകനായിട്ടുള്ള ഒരു അങ്ങനെയുള്ളൊരു ജന്മമാണ്. ഭൂമിയിൽ കാർഷിക വൃത്തിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ജന്മമായിരുന്നു ബലരാമന്റേത്. അങ്ങനെ അദ്ദേഹം അതുകൊണ്ടിട്ട് അത് സ്മരിച്ചു. അത് കൊണ്ടുവന്നിട്ടില്ല, കയ്യിലൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ആയുധങ്ങളൊന്നും. പക്ഷെ സ്മരിച്ച ഉടനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ 2 ആയുധങ്ങളും വന്നു. അത് വന്ന ഉടൻ തന്നെ അദ്ദേഹം അതുകൊണ്ടിട്ട് ബലഭദ്ര സമീപത്തെത്തിയ ബ്രഹ്മദോഹിയായ അവനെ രാമൻ കോപത്തോടെ ഹലം കൊണ്ട് വലിച്ചടിപ്പിച്ച് മുസലം കൊണ്ട് തലയ്ക്ക് തല്ലി അടിച്ചു. അങ്ങനെ തല തകർന്ന അവൻ ചോര വാർന്ന് ആർത്തനാദം പുറപ്പെടുവിച്ച് നിലംപതിച്ചു. രാമനെ മാമുനിമാർ സ്തോത്രം ചെയ്ത് ആശീർവദിച്ചു. വാടാത്ത ചെന്താമര കൊണ്ട് കോർത്ത വൈജയന്തിമാലയും 2 ദിവ്യ പട്ടാമ്പരങ്ങളും ആഭരണങ്ങളും ഈ മുനിമാര് ബലരാമന് സമ്മാനിച്ചു. മാമുനിമാരുടെ അനുമതിയോടുകൂടി ബലരാമൻ കൗശികി നദിയുടെ സ്ഥാനം. കൗശികി നദി എങ്ങനെയുണ്ടായത്? വിശ്വാമിത്രന്റെ പേരാണ് കൗശികൻ. വിശ്വാമിത്രന്റെ സിസ്റ്റർ ഭർത്താവ് മരിച്ചപ്പോഴത്തേക്കും ഹിമാലയത്തിലായിരുന്നു. അവരാണ് കൗശികി നദിയായിട്ട് ഒഴുകുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ആ കൗശികി നദി സ്നാനം ചെയ്ത് സരയുവിന്റെ ഉത്ഭവസ്ഥാനമായ സരസ്സിലേക്ക് പോയി. സരയുവിന്റെ ഉത്ഭവസ്ഥാനം മാനസ സരോവരമാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സരയു അയോധ്യയിലൂടെ ഒഴുകുന്ന സരയു നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവരാണ്. എങ്ങനെയാണ് അത് ഉണ്ടായത്? മാനസ സരോവരം ഒരിക്കലും ഇങ്ങനെ ഹിമാലയത്തിൽ നിന്നാണല്ലോ. അപ്പൊ ഹിമം ഇങ്ങനെ ഉരുകുമ്പോഴ് മാനസ സരോവരം നിറഞ്ഞു കവിഞ്ഞൊഴുകും. അങ്ങനെ ഒഴുകി താഴേക്ക് വന്നിട്ടാണ് അയോധ്യയിലൂടെ ഒഴുകുമ്പോഴാണ് അതിന് സരയു എന്നുള്ള പേര് കിട്ടുന്നത്. അതാണ് സരയു നദിയുടെ ഉത്ഭവം. ആ മാനസ സരസിൽ പോയി അദ്ദേഹം അവിടെ ചെന്നിട്ട് ഉത്ഭവസ്ഥാനമായ മാനസ സരസിലേക്ക് പോയി സരയുവിന്റെ തീരം വഴി പ്രയാഗയിലെത്തി സ്നാനവും ദേവാരാധനയും നടത്തിയ ശേഷം പുലഹാശ്രമത്തിലെത്തി ഗോമതി, ഗണ്ഡകി, വിപാശ നദികളിൽ സ്നാനം ചെയ്ത് ഗയയിലെത്തി. അതായത് അദ്ദേഹം തീർത്ഥസ്നാനം ചെയ്യാണ്. അപ്പൊ എല്ലാ നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ തീർത്ഥസ്നാനങ്ങളിലും പോയിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തീർത്ഥാടനം പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വെറുതെ സ്ഥലങ്ങൾ കാണലല്ല, പ്രധാനപ്പെട്ട തീർത്ഥങ്ങളിലേക്ക് സ്നാനം ചെയ്ത് വേണം തീർത്ഥാടനം ചെയ്യാൻ. അങ്ങനെ അദ്ദേഹം പോയിട്ട് അവിടെ എല്ലാം പിതൃതർപ്പണമൊക്കെ ചെയ്ത് അനന്തരം ഗംഗാ സംഗമത്തിലേക്ക് പോയി. അവിടെ സ്നാനം നടത്തിയ ശേഷം അദ്ദേഹം മഹേന്ദ്രഗിരിയിൽ എത്തി. പരശുരാമനെ കണ്ടു വന്ദിച്ചു. പരശുരാമൻ ചിരഞ്ജീവിയാണ്. മഹേന്ദ്രഗിരിയിലാണ് അദ്ദേഹം
തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്നാണ് ശ്രീരാമൻ വന്നപ്പം, ഏത് കാലത്താണ്? ത്രേതായുഗത്തിൽ. ശ്രീരാമൻ വന്നപ്പോൾ മഹേന്ദ്രഗിരി എന്ന് വന്നിട്ടാണ് വിഷ്ണു ശാപം കൊടുത്തത്. എന്നിട്ട് ഭഗവാന്റെ അനുവാദത്തോടു കൂടി തിരിച്ച് മഹേന്ദ്രഗിരിയിൽ പോയിട്ടാണ് അദ്ദേഹം തപസ്സിരിക്കുന്നത്. അവിടെ എത്തി പരശുരാമനെ കണ്ടു വന്നിച്ചു. പിന്നീട് സപ്ത ഗോദാവരി, പിന്നെ പമ്പ, ഭാഗീരഥി, ഭീമരഥി എന്നീ നദികളിലൊക്കെ ചെയ്ത് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശിവക്ഷേത്രമായ ശ്രീശൈലം സന്ദർശിച്ചു. ഹരിക്ഷേത്രമായ ഋഷാദ്രിയിലും തെക്കൻ മധുരയും കണ്ട് പുണ്യതീർത്ഥമായ സേതുബന്ധത്തിലെത്തി. അതായത് അദ്ദേഹം ഉത്തരദിക്കിന് ദ്വാരകയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരികയാണ്. ചുറ്റിക്കറങ്ങി ദക്ഷിണ ഭാഗത്തേക്ക് വരികയാണ്. അതായത് പിന്നെ സരയുവിന്റെ അല്ല, അദ്ദേഹത്തിന്റെ ദ്വാരകയിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ തീർത്ഥയാത്ര ഇന്ത്യയുടെ മോൾ ഭാഗത്തുകൂടി എല്ലാ സ്റ്റേറ്റുകളും, നമ്മളിപ്പോ നമുക്ക് സ്റ്റേറ്റുകൾ ആലോചിച്ച എല്ലാ സ്റ്റേറ്റുകളും, നർമ്മദ, കാവേരി, അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളും കവർ ചെയ്ത് അവസാനം എവിടെ എത്തി? രാമേശ്വരത്തെത്താണ്. രാമേശ്വരത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ, അപ്പൊ തമിഴ്നാട്ടിലാണല്ലോ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. അവിടെയൊക്കെ ദർശനം നടത്തിയിട്ട് അദ്ദേഹം ശിവക്ഷേത്രമായ ശ്രീശൈലത്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സേതുബന്ധനത്തിലെത്തും. സേതുബന്ധനം എവിടെയാണ്? രാമേശ്വരത്ത്. രാമേശ്വരത്തെത്തിയിട്ട് അവിടെ 10,000 പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അവിടെ അഗസ്ത്യനെ കണ്ടു വണങ്ങി അനുഗ്രഹവും അനുജ്ഞയും വാങ്ങിച്ച് തെക്കൻ തീരത്തുള്ള കന്യാകുമാരിയിലെത്തി. ഏത് കാലത്ത് നടന്ന കഥയാണ് നമ്മൾ ആലോചിച്ചോളൂ. എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ പുരാണം, എത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ പൈതൃകം, നമ്മുടെ ഭാരതം, നമ്മുടെ സനാതന ധർമ്മം എന്താണെന്ന് ആലോചിച്ചോളൂ. അങ്ങനെ അനുഗ്രഹം വാങ്ങി അദ്ദേഹം കന്യാകുമാരിയിൽ പോയി ദേവി ദർശനം ചെയ്തു. അപ്പം ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കന്യാകുമാരി ഉണ്ട് അവിടെ. അപ്പൊ ആ കഥകളൊന്നും കള്ളക്കഥകളല്ല, എല്ലാം കഥയല്ല, എല്ലാം സംഭവങ്ങളാണ്, ചരിത്രം തന്നെയാണ്. അതിന് സാക്ഷ്യമുണ്ടല്ലോ നമുക്ക്, അവരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. അങ്ങനെ ദേവി ദർശനം ചെയ്ത് വിഷ്ണുമൂർത്തിയായ അനന്തപുരം, അതായത് എവിടെയാണ്? പിന്നെ പഞ്ചാപ്സരസായ പ്രസിദ്ധമായ തീരത്ത് സ്നാനം ചെയ്ത് 10,000 പശുക്കളെ ബ്രാഹ്മണർക്ക് നൽകി. അനന്തരം ഗോകർണം പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലെത്തി. പിന്നെ അവിടെ നിന്നിട്ട് അദ്ദേഹം ദീപവാസിയായ ദുർഗയെ ദർശിച്ചു. ശൂർപ്പാരകത്തിൽ ചെന്നു. അനന്തരം താപി, പയോഷ്ണി, നിർവസി എന്നീ നദികൾ സ്നാനം ചെയ്തു. പിന്നെ അദ്ദേഹം ദണ്ഡക വനത്തിലെത്തി. മാഹിഷ്മതിപുരയുടെ സമീപത്തുകൂടി ഒഴുകുന്ന രേവയിൽ സ്നാനം ചെയ്തു. പിന്നെ പ്രഭാസത്തിൽ മടങ്ങിയെത്തി. അപ്പൊ പ്രഭാസത്തിൽ നിന്ന് തുടങ്ങി ആ ഭാരതം മുഴുവൻ ചുറ്റിക്കറങ്ങി അദ്ദേഹം വീണ്ടും പ്രഭാസത്തിൽ ഇവിടെ എത്തുകയാണ്. അപ്പോഴാണ് ആ ഒരു തീർത്ഥയാത്രയ്ക്കുള്ള എന്താണ് ഇവിടെ സംഭവിച്ചത്? കുരു പാണ്ഡവ യുദ്ധത്തിൽ ക്ഷത്രിയനാശം സംഭവിച്ചുവെന്നും ശ്രീകൃഷ്ണൻ ഭൂഭാരം കുറച്ചും എന്നും കരുതി ഭീമനും ദുര്യോധനും ഗദായുദ്ധം നടത്തുമെന്ന് കേട്ട് അത് തടയാനായി കുരുക്ഷേത്രത്തിലേക്ക് പോകും. അങ്ങനെ അദ്ദേഹം തീർത്ഥയാത്ര സമയത്താണ് യുദ്ധം നടക്കുന്നത്. അപ്പൊ ആരുടെ ഭാഗത്തും ചേരാതിരിക്കാനാണ് ഈ തീർത്ഥയാത്ര ചെയ്തത്. അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ തീർത്ഥയാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഭൂഭാരം തീർത്തു. അതായത് എല്ലാ ദുഷ്ടന്മാർ അക്ഷൗണി മുഴുവൻ കൊന്നു കഴിഞ്ഞു, എല്ലാം പോയി കഴിഞ്ഞു. പക്ഷെ ഇനി അവസാനത്തെ യുദ്ധം ആര് തമ്മിലാണ്? ദുര്യോധനും ഭീമനും തമ്മിലുള്ള ഗദായുദ്ധമാണ്. രണ്ടുപേരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അങ്ങനെ അവര് തമ്മിലുള്ള യുദ്ധം പാടില്ല, ഗദായുദ്ധം പാടില്ല എന്ന് പറഞ്ഞത് തടയുവാനായിട്ട് അദ്ദേഹം കുരുക്ഷേത്രത്തിലേക്ക് പോയി. അതുവരെ നമുക്ക് നിർത്താം. ആ കുരുക്ഷേത്രത്തിലേക്ക് പോയി. ആ കുട്ടി ഇവിടെ ഇല്ലേ? സൈലം. നോക്കട്ടെ. ധർമ്മപുത്രരും കൃഷ്ണാദിരന്മാരും ബലരാമനെ കണ്ട് വന്നിച്ചു. എന്ത് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച്, എന്ന് വെച്ചാൽ ബലരാമനെ അവർക്കൊക്കെ ഒരു കൃഷ്ണനും അനിയന്മാരല്ലോ, അനിയന് വളരെ ബഹുമാനമാണ്. അപ്പൊ ധർമ്മപുത്രർക്കും കൃഷ്ണാർജുനന്മാർക്കും എല്ലാം ബലരാമനെ കണ്ടപ്പോ ചെറിയ ഒരു സന്ദേഹം, എന്തുവാണ് പറയാൻ പോണത്, പറയണത് നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന വല്ല കാര്യമാണോ എന്തോ എന്ന് അങ്ങനെ ഒരു വിചാരിച്ചൊന്നും മിണ്ടാതെ ഒന്നും ചോദിക്കാതെ അടുത്തു നിന്നു. ഗദ ധരിച്ച് കോപം പൂണ്ട് വിജയം നേടാൻ വേണ്ടി പല അടവുകളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭീമ ദുര്യോധനന്മാരോട് ബലരാമൻ പറഞ്ഞു, നിങ്ങൾ തുല്യബലമുള്ള വീരന്മാരാകുന്നു. ഒരുവന് ശിക്ഷാബലമേറുമെങ്കിൽ അവരന്
കായബലം കൂടും. അതിനാൽ സമവീരന്മാരായ നിങ്ങളിൽ ഒരുവനും ജയമോ അന്യനു പരാജയമോ കാണുന്നില്ല. നിഷ്ഫലമായ ഈ യുദ്ധം നിർത്തുവിൻ. പരസ്പരം ചെയ്തിട്ടുള്ള ദുഷ്കൃത്യങ്ങളെയും പറഞ്ഞിട്ടുള്ള ദുർവാക്കുകളെയും ഓർത്ത് വൈരം മൂത്ത അവർ ബലരാമന്റെ ഹിതോപദേശം സ്വീകരിച്ചില്ല. അത് അവരുടെ വിധി എന്ന് കരുതി രാമൻ ദ്വാരകയിലേക്ക് പോയി. ഉഗ്രസേനാദികളായ സ്വജനങ്ങൾക്ക് രാമനെ കണ്ട് വളരെ സന്തോഷമായി. അദ്ദേഹം ഒരു ശ്രമിച്ചു നോക്കി. രണ്ടുപേരും തനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും തുല്യ ബലമുള്ളവരാണ്, നിങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല, ആർക്കും ഒരാളെ തോപ്പിക്കാനോ ജയിക്കാനോ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം നിർത്താൻ പറഞ്ഞു. പക്ഷെ അവരൊരുപാട് വൈരത്തിലും പിന്നെ ശത്രുതയിലും ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനി തിരിച്ചു പോകാൻ വയ്യാത്തത്ര മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ ഇനി തിരിച്ചു പോക്കില്ല, അവസാനമേ ഉള്ളൂ, അല്ലാതെ ഒരു തിരിച്ചു പോക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ പറഞ്ഞാലൊന്നും അവര് കേൾക്കില്ല, ഇത് വിധി പോലെ വരട്ടെ, ഇനി ഭഗവാൻ തീരുമാനിച്ച കാര്യം അങ്ങനെ തന്നെ നടന്നോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ദ്വാരകയിലേക്ക് പോവാണ്. ദ്വാരകയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉഗ്രസേനനും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ സ്വജനങ്ങൾക്ക് രാമനെ കണ്ട് വളരെ സന്തോഷമായി. തീർത്ഥാടനം കണ്ട് വീണ്ടും നൈമിഷാരണത്തിലെ യജ്ഞരൂപനായ രാമനെ കണ്ട് ഋഷികൾ സസന്തോഷം യാഗം ചെയ്യിച്ച് സമസ്ത വിശ്വവും തന്നെ നിലകൊള്ളുന്നുവെന്നും താൻ സർവവ്യാപിയാണെന്നുള്ള പരിശുദ്ധ ജ്ഞാനം ശ്രീരാമൻ മാമുനിമാർക്ക് നൽകി. പത്നി സമേതനായി അവബോധസ്ഥാനം നടത്തി വസ്ത്രാലങ്കാര വിഭൂഷിതനും ബന്ധുസുഹൃൽ പരിവൃതനുമായി ചന്ദ്രികയാൽ ചന്ദ്രൻ എന്ന പോലെ ശോഭിച്ചു. അതായത് അദ്ദേഹം പറഞ്ഞല്ലോ, പിന്നെ തന്റെ യാത്ര കഴിഞ്ഞിട്ട് ആ ബ്രാഹ്മണ വധം കൊണ്ടുണ്ടായ പാപമൊക്കെ തീർക്കാനായിട്ട് തീർത്ഥയാത്ര ചെയ്യാനാണല്ലോ മാമുനിമാർ ഉപദേശിച്ചത്. മാമുനിമാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അത് ചെയ്ത് ദ്വാരകയിൽ പോയി ഉഗ്രസേനൻ രാജാവിനെയും അച്ഛനമ്മമാരെയൊക്കെ കണ്ട ശേഷം വീണ്ടും പത്നി സമേതം അദ്ദേഹം മാമുനിമാർക്ക് നൈമിഷാരണത്തിലെത്തുകയാണ്. അവിടെ അദ്ദേഹം അവബോധസ്ഥാനം, അതായത് ആ പുണ്യ സ്നാനം ചെയ്തുകൊണ്ട് വസ്ത്രാലങ്കാരങ്ങളൊക്കെ ധരിച്ചു. അതായത് തീർത്ഥയാത്രയ്ക്ക് അലങ്കാരങ്ങളൊന്നുമില്ല, തീർത്ഥയാത്രയ്ക്ക് വളരെ സാധാരണമായ വസ്ത്രങ്ങളല്ലേ ധരിക്കും. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ പദവിക്കും മാനത്തിനും സ്ഥാനമാനങ്ങളും യോജിച്ചിട്ടുള്ള നല്ല വസ്ത്രങ്ങളൊക്കെ ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പരിവൃതനായിട്ട് നന്നായിട്ട് അദ്ദേഹം ശോഭിച്ചു. അവിടെ നമ്മള് ഈ കുട്ടി എവിടെ പോയി? സൈര, നീലമ്മ മോളെവിടെ പോയി? ഓഫാക്കിക്കോ, ഞാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നീ എവിടെ പോയിന്ന്. സൈര, പിന്നെ അപ്പൊ ഇവിടെ നിർത്താം, അല്ലെങ്കിൽ നമുക്ക് ഇനി തീരില്ല, സമയം ഒരുപാടായിപ്പോ. പറഞ്ഞുകൊണ്ടേ പോവാൻ തോന്നും കഥ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്സകലം പരസ്മൈ സ ഈശ്വരായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.